HND ലൈവിൻ്റെ കോഫി ചാറ്റ് വിത്ത് ഡോക്ടർ ഇന്ദു ചന്ദ്ര എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെയുള്ളത് നവോദയയുടെ രക്ഷാധികാരി ശ്രീ VK റോഫാണ്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ അങ്ങ് സജീവമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അങ്ങ് ഇടതുപക്ഷ രാഷ്ട്രീയ സഹചാരിയായത്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അല്ല, അത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. എന്താ വെച്ചാൽ ഞാൻ ജീവിച്ചുള്ള ചുറ്റുപാടിനാണ് നാട്ടിലാണ്. അപ്പോൾ ആ നാട്ടിലെ ചുറ്റുപാടിന് വെച്ചാൽ വീടിൻ്റെ തൊട്ടും വലിയ പ്രാരാബ്ദമുള്ള മനുഷ്യനാണ്. എൻ്റെ വീട്ടിൽ തന്നെ ഞാനടക്കം 9 മക്കളാണ് എൻ്റെ രക്ഷിതാക്കൾക്കുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബോംബെയിൽ നിന്ന് വാപ്പ ജോലിയെടുത്ത് എല്ലാ മാസവും അയക്കുന്ന ശമ്പളം അത് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ 9 മക്കളായിൽ ഒരാൾ എൻ്റെ നേരെ അഞ്ചം മരിച്ചുപോയി. ബാക്കി ഞങ്ങൾ 8 പേര് ഇപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഉമ്മ 15 ദിവസം കഴിഞ്ഞ് ഉമ്മ പ്രയാസപ്പെട്ടു. പിന്നെ അർദ്ധപട്ടിണിയും പ്രാരാബ്ദമാണ്. സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസത്തിലേക്ക് അടുപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ശരി. അല്ല, പ്രത്യേകിച്ച് മലപ്പുറം മേലാറ്റൂർ ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നും ഇടതുപക്ഷ സഹയാത്രികനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അന്നത്തെ കാലത്ത് നമുക്കൊരു എന്താ പറയുക, പ്രതീക്ഷിക്കാത്തൊരു കാര്യം തന്നെയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ എൻ്റെ തൊട്ട് ഇപ്പോൾ ഹരിജൻ കോളനി, ഒരു ഭാഗത്ത് ഹരിജൻ കോളനി, വേറെ ഭാഗത്ത് ഞാനടക്കമുള്ള കുറേ കുടിയാന്മാരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന വീടുകൾ. അതിലേറ്റവും ഈ പ്രാരാബ്ദം കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനകത്ത് വരുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള എനർജി ഉണ്ടാകും. ആ സ്വാഭാവിക എനർജിയുടെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് മേലാറ്റൂരിനെ സംബന്ധിച്ചിടത്തോളാണെന്നുണ്ടെങ്കിൽ അന്ന് ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ തീരെ സ്വാധീനമില്ലാത്ത മേഖലയാണെങ്കിൽ പോലും അവിടെ നമ്മൾ ചില NGOs ആക്കളുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് നമ്മൾ K. ഗോകുലപാലൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പം അദ്ദേഹം പാലക്കാടുള്ളതാണ്. ദേവസ്വം ബോർഡിൻ്റെ യൂണിയൻ ചെയർമാനൊക്കെയാണ് നമ്മൾ CATUവിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ NGO ഹോമിൻ്റെ തൊട്ടാണ് എൻ്റെ വീട് കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് NGOs ആക്കളായിട്ടുള്ളൊരു ബന്ധം. പിന്നെ അതുമാത്രമല്ല, എന്നെ പഠിപ്പിക്കുന്നതിൽ അവരുടെ വലിയൊരു റോൾ ഉണ്ടായിട്ടാണ്, അവരുടെ വലിയൊരു സഹായം ഉണ്ടായിട്ടാണ്. കാരണം മേലാറ്റൂരിൽ നിന്ന് മണ്ണാർക്കാട്ടേക്കുള്ള ബസ് യാത്രയും ആ ബസ് കൂലിയൊക്കെ പോയി ബന്ധപ്പെട്ടുള്ള ഒരു വല്ലാത്ത അതിനകത്ത് സ്വാഭാവികമായിട്ട് NGOs ആക്കളുടെ വലിയൊരു സഹായം, അധ്യാപകരുടെ സഹായത്തിൽ. ഇപ്പോൾ ഭാസ്കർ മാഷ് അയാൾ മേലാറ്റൂരിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ നമ്മൾ ജലീൽ മത്സരിച്ച ആദ്യത്തെ മണ്ഡലം എന്തായിരുന്നു, ആ മണ്ഡലത്തിൽ അങ്ങോട്ടാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സഹായം, അവരായിട്ടുള്ള ബന്ധം, അങ്ങനെയാണ് ഈ മേലാറ്റൂര് ആദ്യമായിട്ട് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടുംബങ്ങളുണ്ടാവും. ഒന്ന് എൻ്റെ കുടുംബം, ഞാനാണ് തുടക്കം നിൽക്കുന്നത്. പിന്നെ ഒന്ന് മുണ്ടത്തേർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു വീട്. ഈ 2 വീടാണ് നമ്മൾ ടൗണിൽ പാർട്ടിയായിട്ട് ആദ്യം ബന്ധപ്പെടുന്ന വീട്. അതിനുശേഷം ഇപ്പോൾ വലിയ മാറ്റം വന്നു. അല്ല, അന്നത്തെ കുടുംബ പശ്ചാത്തലം ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള ഒരു അനുവാദമുണ്ടായിരുന്നോ? അല്ലെങ്കിൽ അന്നത്തെ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കേൾക്കുമ്പോൾ അന്നത്തെ ആളുകൾക്കുണ്ടായിരുന്ന ഒരു ഇല്ല, അത് പ്രത്യേകിച്ച് എൻ്റെ മൂത്താപ്പ മരിച്ചുപോയി. എൻ്റെ മൂത്താപ്പാക്ക് കാരണം എൻ്റെ വാപ്പ ബോംബെയിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പ്രസംഗം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മേലാറ്റൂർ സ്കൂളിൽ 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മേലാറ്റൂർ കവലിൽ നിന്നിട്ട് CPM വേണ്ടി പ്രസംഗിക്കുന്നതാണ്. അന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലാണെങ്കിൽ പോലും അന്നത്തെ രാഷ്ട്രീയ ലെവലിൽ സംസാരിക്കുന്ന. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള സംസാരം ഉണ്ടാവുക. അപ്പോൾ മൂത്താപ്പെടുന്ന മുസ്ലിം ലീഗുകാരനായിരുന്നു. സ്വാഭാവികമായിട്ടും പലപ്പോഴും വലിയ അസ്വസ്ഥനായിട്ടുള്ള ഒരു സംഭവം നടന്നത്. എൻ്റെ കുടുംബത്തിലെ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ കുടുംബത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ഞാനാണ്. അപ്പോൾ ആരായിരുന്നു കുടുംബത്തിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നത്? ആരായിരുന്നു? അല്ല, എൻ്റെ വാപ്പ നല്ല സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക്. അദ്ദേഹം എൻ്റെ പ്രസംഗവും എൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും അതൊക്കെ വലിയ രൂപത്തിൽ മൂപ്പര് എൻജോയ് ചെയ്തിരുന്നു. മൂപ്പര് കോൺഗ്രസ് എന്ന് പറഞ്ഞു. മൂപ്പര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ് പോയതാണ്. അങ്ങനെ എന്നാൽ പോലും എൻ്റെ രാഷ്ട്രീയത്തിനോടും എന്നോടും മറ്റുള്ള വലിയൊരു മമത പാപ്പക്കുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ആകെ പ്രയാസപ്പെട്ടുള്ള സംഭവത്തിൽ അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ മാത്രമാണ് അദ്ദേഹം ആകെ പ്രയാസപ്പെട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു കാരണം, ഞാൻ അന്ന് പാലക്കാട്, എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം കിടക്കുന്ന പാലക്കാടും CPM രാഷ്ട്രീയം മലപ്പുറം, അങ്ങനെയാണ് കിടക്കുന്നത്. കാരണം മണ്ണാർക്കാട് കല്ലടി കോളേജ്
അത് മറ്റേ മണ്ണാർക്കാട് മറ്റേ പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലാ കമ്മിറ്റി SFL. മണ്ണാർക്കാട് കോളേജിലാണല്ലോ അതെ അതെ പഠിച്ചിരുന്നത്. MES. അപ്പം അവിടെ ഒരു രക്തസാക്ഷി ഉണ്ടായിരുന്നല്ലോ, മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞ്. അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും പറയാമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നോ? ഈ മുസ്തഫ എന്ന് പറയുന്നത് ഇന്നും വലിയൊരു വികാരമാണെന്ന് പറഞ്ഞു. അതിനെന്താ വെച്ചാല് അടിയന്തരാവസ്ഥ ഘട്ടമാണ്. ഈ അടിയന്തരാവസ്ഥയിൽ മണ്ണാർക്കാട് കോളേജിൽ MES കേസിൽ ഒരു സമരം നടക്കുക. ആ സമരത്തിൻ്റെ കേന്ദ്ര ബിന്ദു അന്ന് സെക്കൻഡ് BCom. ഞാൻ സെക്കൻഡ് BCom സ്റ്റുഡൻറ്റ്. അപ്പോൾ സെക്കൻഡ് BComൽ 42 വിദ്യാർത്ഥികളുണ്ട്. 37 ബോയ്സും 5 ഗേൾസും. അന്ന് MES കേസിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുള്ള രണ്ടാൾക്കാരും BCom സെക്കൻഡ് ഇയർ BCom. ഒന്ന് ഞാൻ, പിന്നെ ഒന്ന് KSUവിൻ്റെ ജയരാജൻ. ഞാൻ തോൽക്കുകയും ചെയ്തു, ജയരാജൻ ജയിക്കുകയും ചെയ്തു. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ റസാഖ് എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥി. അവൻ കുറേ കാലം ഇപ്പോൾ ഗൾഫിലുണ്ടായിരുന്നു, ജിദ്ദയിലുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്താണ് പ്രവാസം മതിയാക്കി നാട്ടിൽ പോയത്. ഈ ഇല്ലസ്റ്റഡി വീക്കിൽ അന്ന് ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് ഇല്ലസ്റ്റഡി വീക്ക്. ഇപ്പോൾ ലൈബ്രറിയിൽ ഇല്ലസ്റ്റഡി വീക്കിലുണ്ടാവും. അപ്പോൾ ഒരു ദിവസം ഇല്ലസ്റ്റഡി വീക്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഈ പ്രകൃതി രമണീയമായിട്ടൊരു സീനറിയുള്ള ഒരു ചിത്രം മതി. റസാഖ് ഈ ചിത്രം ഈ ഇല്ലസ്റ്റഡി വീക്കിൽ നിന്ന് ചീന്തിയെടുക്കുക. ഇത് ലൈബ്രറിയും കണ്ടു. ലൈബ്രറിയും കണ്ട് എന്ത് ചോദിച്ചാൽ അന്ന് പ്രിൻസിപ്പാള് കംപ്ലൈൻറ്റ് ചെയ്തു. പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞാൽ KIM, കിം എന്നാ നമ്മൾ പറയില്ല, KI മമ്മൂട്ടി എന്ന്. ഇയാളാണെന്നുണ്ടെങ്കിൽ വളരെ മരിച്ചുപോയാണ്. അയാൾ വളരെ ആരോഗ്യനാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു പ്രിൻസിപ്പാളാണ്. അങ്ങനെ ഫസ്റ്റ് അക്കൗണ്ടൻസി ക്ലാസ് ഇറക്കുന്ന സമയത്ത് നോട്ട് വരികയാണ്. അങ്ങനെ ഹുസൈൻ സാറിൻ്റെ ക്ലാസ് ഏറ്റവും ടോപ്പായിട്ടുള്ള നല്ല ശബ്ദത്തോട് കൂടിയിട്ട് എവ്രി ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ആ ഒരു പ്രിൻസിപ്പിൾ പഠിപ്പിക്കുന്ന സമയമാണ്. അപ്പോൾ നോട്ട് വന്ന് റസാഖിനെ പ്രിൻസിപ്പാൾ കാണുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രിൻസിപ്പാൾ റൂമിൽ ചെന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് റസാഖ് തിരിച്ച് ക്ലാസ്സിൽ വരുന്നു. ഇയാൾ പുസ്തകം എടുക്കുന്നു, അങ്ങനെ പോവാണ്. അപ്പോൾ ഞാൻ റസാഖിനോട് പറഞ്ഞു, നിനക്ക് അവിടെ എന്താ പ്രശ്നം? അപ്പം അങ്ങനെ പ്രിൻസിപ്പാൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അതെന്താ വിഷയം? അപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ഈ ഇല്ലസ്റ്റഡി വീക്കിൽ നിന്ന് പോയി. ഓക്കെ, വെയിറ്റ് ചെയ്യുക. അങ്ങനെ ജയരാജൻ ചെയർമാനാണ്. അപ്പോൾ ജയരാജൻ നമുക്ക് രണ്ടുപേരും കൂടി പ്രിൻസിപ്പാളെ കാണാൻ പോകാറുണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രിൻസിപ്പാളെ ചെന്ന് കാണുകയാണ്. അങ്ങനെ കാണുന്നതോട് കൂടിയിട്ട് അപ്പോൾ പ്രിൻസിപ്പാൾ, ഹൂ ഗൈസ് യു ആർ ഹിയർ, വൈ യു കെയിം ഹിയർ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു, ജയരാജൻ കുറച്ച് ഷൈ ടൈപ്പ്. ഞാൻ യൂണിയൻ ചെയർമാനെ മത്സരിച്ച് തോറ്റ ആൾ, ജയരാജൻ ജയിച്ച ആൾ. സ്വാഭാവികമായിട്ടും അടിയന്തരാവസ്ഥയാണ്, രാഷ്ട്രീയമല്ല എന്ന് നമുക്കറിയാം, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നില്ല നമുക്കറിയാം. പക്ഷേ ഇതെന്താണ് ഞങ്ങൾക്ക് വിഷയം അറിയണോ? നിങ്ങൾ ഈ റസാഖിന് സസ്പെൻഡ് ചെയ്ത കാര്യം നമുക്കറിയണോ? രക്ഷിതാവിന് എന്താ കൊണ്ടുവന്നു? അപ്പോൾ ഇയാൾ പറഞ്ഞല്ല, അത് ഇപ്പോൾ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, കാരണം ഇപ്പോൾ പൊളിറ്റിക്സ് ഒന്നും നോയൂ, അങ്ങനത്തെ നിലപാട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ നിങ്ങളൊക്കെ പിടിച്ച് പുറത്താക്കുന്നതാണ്. അപ്പോൾ ശരി, നോക്കിക്കളാം. റസാഖ് രക്ഷിതാവിനെ കൊണ്ടാൽ തന്നെ BCom സെക്കൻഡ് ഇയർ BCom ക്ലാസ്സിൽ കയറും. ഈ അടിയന്തരാവസ്ഥയുടെ എഴുതിയിട്ട് ഭയപ്പെടുത്താൻ നിൽക്കുന്നു വേണ്ട. സമരം നടത്താൻ ഞങ്ങൾക്ക് അറിയപ്പെടും. സമരം നടക്കുകയും ചെയ്യും. അതിൽ സ്വാഭാവികമായിട്ടും ചാലഞ്ച് ചെയ്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്നു. BComലെ കുട്ടികളോട് പറഞ്ഞു, ഓക്കെ, സെക്കൻഡ് ഇയർ BCom സ്റ്റുഡൻറ്റ്, നമ്മൾ ഇന്ന് മുതൽ ഒരു ബഹിഷ്കരണ സമരത്തിലാണ്, പഠിപ്പ് മുടക്ക് സമരത്തിലാണ്. പക്ഷേ പഠിപ്പ് മുടക്ക് മുദ്രാവാക്യങ്ങളില്ലാതെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ മാത്രം വരാന്തിയിൽ നിൽക്കുന്നത്, ക്ലാസ് കയറും. അതാണ് ആ ഒരു സമരരീതി. അതാണ് കാരണം അടിയന്തരാവസ്ഥയാണ്. അങ്ങനെ ആദ്യ ദിവസം ഫസ്റ്റ് ഇയർ നമ്മൾ ആദ്യം 1 day to
3 ദിവസം ബികോം സ്റ്റുഡൻസ് മാത്രം സമരം ചെയ്തു. അപ്പോൾ പ്രിൻസിപ്പാൾ വഴങ്ങുന്നില്ല. 4-ാമത്തെ ദിവസം മൊത്തം DC ക്ലാസ്സുകളിലേക്ക് സമരം എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ DC മൊത്തം സമരത്തിൽ വരുന്നു. 2-ാമത്തെ ആഴ്ചയോട് കൂടിയിട്ട് സമരം മൊത്തം കോളേജ് സമരമായി. അതിലാണെന്നുണ്ടെങ്കിൽ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ സമരം ഒരു വർഷക്കാലമായിട്ട് സമരം കാണാത്തതുകൊണ്ട്, കാരണം എല്ലാ കുട്ടികളും രാവിലെ വരുന്നു, നേരെ മറ്റേ ക്യാമ്പസിൻ്റെ മറ്റേ വരാന്തയിൽ നിൽക്കുന്നു, മറ്റേ ഗ്രൗണ്ടിൽ പോകുന്നു, ഒറ്റ കുട്ടികളും ക്ലാസ്സിൽ കയറുന്നു. പ്രിൻസിപ്പൾ ആപ്പോടെ സ്റ്റണ്ടായിപ്പോയി, കാരണം എങ്ങനെ ഒരു സമരം. അങ്ങനെ 2-ാമത്തെ ആഴ്ച സമരം കഴിഞ്ഞോട് കൂടിയിട്ട് മറ്റേ ഇയാൾ ഒരു കോംപ്രമൈസിനും പുള്ളി വരുന്നില്ല. അപ്പോൾ മറ്റേ നമ്മൾ മറ്റേ സമര കമ്മിറ്റി ഇരുന്നു. അപ്പോൾ KSUക്കാർ പറഞ്ഞു, മറ്റേ അന്ന് ആഭ്യന്തരമന്ത്രി K. കരുണാകരൻ, ഗവർണർ വിശ്വനാഥൻ, മറ്റേ മുഖ്യമന്ത്രി C. അച്യുതമേനോൻ. അപ്പോൾ KSUക്കാർ പറഞ്ഞു, നമ്മൾ ഒരു കാര്യം ചെയ്യുക, ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഇങ്ങനെ സമരം നടക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മറ്റേ പെറ്റീഷൻ കൊടുക്കാം, ഒരു ടെലിഗ്രാഫ് പെറ്റീഷൻ കൊടുക്കാം. ഞാൻ പറഞ്ഞു, ഈ പെറ്റീഷൻ അവിടെ ചെല്ലേണ്ട താമസം ഉണ്ടാവുള്ളൂ. ഈ പെറ്റീഷനിൽ ഒപ്പിടുന്ന എല്ലാ കുട്ടികളും എത്ര പേര്, കാരണം ബികോം സ്റ്റുഡൻസ് മാത്രം വെച്ച് ഒപ്പിടിച്ചാണ്. ഈ കുട്ടികളെ മുഴുവൻ തന്നെ ഒന്നുകിൽ ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ്, അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട്, മിസ, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ അറസ്റ്റ് ചെയ്യാന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ മറ്റേ ജയരാജൻ പറഞ്ഞു, അല്ലെങ്കിലും സഖാക്കൾക്ക് പേടിയാണ്, നിങ്ങൾ ഈ സംസാരം മാത്രമേ ഉണ്ടാവുള്ളൂ, സമരരംഗത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, നമ്മൾ ഒപ്പിട്ട് തരാം, പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഈ 5 പെൺകുട്ടികൾ ഒഴിവാക്കും. ആ ഗിരിജയ്ക്കാണെന്നുണ്ടെങ്കിൽ ഗിരിജ അങ്ങാടിപ്പുറത്തുനിന്നുള്ള ഒരു മഹാഭാവ കുട്ടിയാണ്, അവരെങ്കിലും ഒഴിവാക്കാം. അല്ല പെൺകുട്ടികളും വേണമെന്ന് പറഞ്ഞു കേസ്. അങ്ങനെ മറ്റേ ഞങ്ങൾ 42 പേരും ഒപ്പിട്ട് കൊടുത്തു. ഇത് ഒപ്പിട്ട് കൊടുത്ത് അന്ന് വൈകുന്നേരം, അന്ന് ഈ ഇടവപ്പാതി സമയമാണ്, എല്ലാം മഴ പെയ്യുന്ന സമയം. അപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ മറ്റേ വീട്ടിലൊന്നുകൂടി ഒരു മറ്റേ ലൂസ് മോഷൻ. അങ്ങനെ മേലാറ്റൂർ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഇപ്പോഴത്തെ വരുന്നതുകൊണ്ട് EMS ഹോസ്പിറ്റലിൻ്റെ ചെയർമാന് ഡോക്ടർ മുഹമ്മദ്, അന്ന് അദ്ദേഹത്തിന് ഞങ്ങൾ അയമൂന്ന് പറയും, ഡോക്ടർ അയമൂന്ന് ഞങ്ങൾ പറയും. അപ്പോൾ അന്ന് ഡോക്ടർ മെഡിക്കൽ ഓഫീസർ പുള്ളിയാണ്. പിന്നെ ഒരു ലിൻഡ ഡേവിഡ്, അവരിപ്പോൾ മഞ്ചേരിയുള്ളത്. പിന്നെ എൻജു സാഹിബ്. അപ്പോൾ ഞാനവിടെ ചെന്നതോടുകൂടി തന്നെ ഡോക്ടർ അയമൂ മറ്റേ അപ്പോൾ എൻജു ഗോലപാലം ഒരു കാര്യം ചെയ്യുക, സഖാവിനൊന്നും അവിടെ അഡ്മിറ്റ് ചെയ്യുക, അഡ്മിറ്റ് ചെയ്തിട്ട് ഒരു ഡ്രിപ്സൊക്കെ കൊടുത്ത് നല്ല മറ്റേ കുട്ടപ്പനാക്കിയിട്ട് നാളെ വീണ്ടും സമരരംഗത്ത് വിട്ടാൽ മതിയാണ്. അങ്ങനെ ഞാൻ അന്ന് അവിടെ അഡ്മിറ്റ് ചെയ്തത്. ഈ ടെലിഗ്രാം അവിടെ എത്തിയോടുകൂടി തന്നെ 42 കുട്ടികൾക്കും DIR, 42 പേർക്കും DIR. രാത്രി വയർലെസ് കൂടിയിട്ട് പോലീസ് മറ്റേ ആദ്യം ഈ റസാഖിനാണ് കാരാകുറിശിന്ന് പിടിച്ചത്. അങ്ങനെ റസാഖിനെ പിടിക്കുന്നു. അത് കഴിഞ്ഞ് റസാഖിനോട് മേലാറ്റൂർ 2 വീട്ടിൽ വരും. അപ്പം എൻ്റെ വീട്ടിലൊന്നും കൂടിയിട്ട് മറ്റേ ഉമ്മാക്ക് പോലീസിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോപ്പം കണ്ട് വരലില്ല, കാരണം ഇയാൾ മറ്റേ കോളേജിൽ എന്തോ മറ്റേ പഠിപ്പോണൊക്കെ എന്തോ നടക്കുകയാണ്, അത് കാരണം ഇങ്ങോട്ട് വരാറില്ല, അപ്പോൾ അവിടെ തന്നെ നിൽക്കലാണ്. അങ്ങനെ തന്നെ ഈ പോലീസ് മടങ്ങിപ്പോയി. അങ്ങനെ തന്നെ അമ്മയും മറ്റേ വലിയ പെങ്ങളും ഒക്കെ പാടെ മറ്റേ അടുത്ത് തന്നെ NGO ചെന്ന് രാത്രി 2 മണി സമയമാണത്. ഗോകുലപാലിനെ വിളിക്കുന്നു. അങ്ങനെ ഗോകുലേട്ടൻ പറഞ്ഞു, അങ്ങനെ ഗോകുലേട്ടനുടനെ ഒരു പുലർച്ചെ 2:45 മണി നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ ഗോകുലേട്ടനും മറ്റേ മെഡിക്കൽ ഓഫീസ് നമ്മളെ ഡോക്ടർ ആയ്മൊക്കെ പാടെ ഹോസ്പിറ്റലിൽ വരുന്നു. അപ്പോൾ പറഞ്ഞ സംഭവം ഇങ്ങനെയാണ്, എൻ്റെ ഗൗരവം ഇങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ഏതായാലും ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യണം. ഡിസ്ചാർജ് ചെയ്തിട്ട് നമുക്ക് ഒരു മറ്റേ സേഫ് ആയിട്ടൊരു പ്ലേസ് പോകണം. അപ്പോൾ മേലാറ്റൂർ അന്ന് ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലേസ്, അന്ന് മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു റൈറ്ററുണ്ട്, മൂന്നൻ സാർ, പട്ടാമ്പിയിൽ നിന്ന്, നല്ല സഖാവാണ്. അപ്പോൾ ഗോകുലേട്ടൻ പറഞ്ഞ് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലേസ് എവിടെ വെച്ചാൽ 3 മറ്റേ ക്വാർട്ടേഴ്സ്, അതിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലേസ്. അവിടുന്ന് പിന്നെ നമുക്ക് 2 ദിവസം കഴിഞ്ഞ് രാവിലെ വെക്കാം, ഒന്ന് ഈ അറസ്റ്റും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ആലോചിച്ചു. അങ്ങനെ മറ്റേ അന്ന് രാത്രി ഒരു പുലർച്ചെ 4 മണിയാകുമ്പോഴേക്കിന് 3 വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു റൈറ്റേഴ്സ്. അങ്ങനെയാണ് അവിടുത്തെ വരുന്നത്. പിറ്റേ ദിവസം മറ്റേ അവിടെ ചെല്ലുന്ന സമയത്ത് എന്താ വെച്ചാൽ ഒരു സ്ഥിതി എന്താ വെച്ചാൽ, ഈ രാവിലെ ഒരു പോലീസ് വാൻ അവിടെ കൂടി നിർത്തിയിട്ടുണ്ടാവും. 2 പോലീസ് വാനുകൾ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ കൂടി നിർത്തി. 10 മണിക്ക് ശേഷം വരുന്ന ആൾക്കാർ മുഴുവൻ തന്നെ അവർ മറ്റേ ഈ കുടിക്കാണ്ടാവും. മുസ്തഫ, ഈ സഖാവ്, ഇയാൾ PDC
ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ്. ഇങ്ങോരെന്താ വെച്ചാൽ ഈ രാവിലെ എത്തിയിട്ട് അയാൾ പെരുന്നോണ്ടെന്ന് വരുന്നത്. രാവിലെ എത്തിയിട്ട് മറ്റേ ഒരു കാപ്പി കഴിച്ചിട്ട് നേരെ എത്തുമ്പോഴേക്കും 10:15 മണിയായിരുന്നു. അങ്ങനെ തന്നെ പോലീസ് തന്നെ ഇയാൾക്ക് സമരമായിട്ട് ഒരു ബന്ധമില്ല സഖാവ്. കാരണം ബികോം സ്റ്റുഡൻ്റ് അല്ലേ, അയാൾ സമരത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ പെറ്റീഷനിൽ ഒപ്പിടാത്ത ആളാണ്. ഇയാൾ അങ്ങനെ വാനിൽ കയറ്റണം. അന്ന് 27 കുട്ടികളെ അറസ്റ്റ് ചെയ്യുന്നു. ആ 27 കുട്ടികളെ അറസ്റ്റ് ചെയ്തതിൽ മറ്റേ പെരിന്തൽമണ്ണ റിമാൻഡ് അന്ന് ചെറിയൊരു റിമാൻഡാണ്. ഈ 27 കുട്ടികളും കൊണ്ട് ഡംപ് ചെയ്ത് പെരിന്തൽമണ്ണ റിമാൻഡാണ്. അപ്പം അതിൽ മറ്റേ തെങ്കുറിശി എന്ന് പറഞ്ഞ പാലക്കാട് എന്നുള്ള ജില്ല നമ്മുടെ ഒരു മോഹൻദാസ് പറഞ്ഞൊരു പയ്യനെ അറസ്റ്റ് ചെയ്തു. ഇവൻ അത്യാവശ്യം പനിച്ചുകൊണ്ടാണ് അറസ്റ്റ് ആകുന്നത്. ഇങ്ങനെ ഈ ആൾക്കാർക്ക് ഈ കുട്ടികൾക്ക് മുഴുവൻ പനി പിടിച്ചു പെരുന്തൽമണ്ണ റിമാൻഡാണ്. അപ്പോൾ ഡോക്ടർ അലമേലുമാണ് അന്ന് മറ്റേ പെരുന്തൽമണ്ണ താലൂക്ക് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഡോക്ടർ അലമേലിന് കുറേ കുട്ടികളെ അറിയാം, മറ്റേ കെട്ടി അംസപ്പ എന്നൊക്കെ പറഞ്ഞ നമ്മളെ മറ്റേ കുട്ടികളെ അറിയാം. അപ്പോൾ അവർ പറഞ്ഞ് ഈ മുസ്തഫനെ ഉടനെ മറ്റേ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തില്ല, കാരണം ഇയാൾക്ക് ന്യൂമോണിയ ബാധിച്ചു. ഉടനെ ഷിഫ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇയാൾ മരിച്ചു പോകും. അപ്പോൾ സാധാരണ ഇതിൽ പെരുന്തൽമണ്ണ റിമാൻഡ് എടുക്കുന്നത് വിയൂർ സെൻട്രൽ ജയിലിൻ്റെ കീഴിലാണ്, തൃശ്ശൂർ. അപ്പോൾ അവർക്ക് അതിൻ്റെ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാൻ എന്തോ അവർ ഇഗ്നോർ ചെയ്തു. അങ്ങനെ ലാസ്റ്റിൽ അപ്പോഴേക്കിന് ഒരു മറ്റേ ഈ സമരത്തിൻ്റെ അപ്പോൾ ഞാൻ പിന്നെ ഈ റൈറ്റർ അവിടെ നിന്ന് മറ്റേ 3 ദിവസം കഴിഞ്ഞ് പിന്നെ വേറെ ഏതൊരു സ്ഥലത്തേക്ക് തന്നെ പാർട്ടി മറ്റേ നമ്മളെ വണ്ടൂര പ്രദേശത്തിലെ ഇവിടെ ഒരു പ്രദേശത്തിൽ ഓർമ്മല്ലാണ്ട് ഒരു വീട്ടിലേക്ക് ഇന്നെ ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ മറ്റേ ഒരു 11-ാമത്തെ 12-ാമത്തെ ദിവസം 23-ാം ദിവസമാണ് ഈ മറ്റേ മുസ്തഫ മരിക്കുന്ന. അന്ന് DIR പിൻവലിക്കുകയും ചെയ്തു. പിന്നെ മുസ്തഫ മരിക്കുന്നതെന്ന് വെച്ചാൽ ഇയാൾ മരിക്കുന്നതിൻ്റെ തലേ ദിവസം മറ്റേ എല്ലാവരും ഫ്രീ ആയിട്ട് പോലീസ് വിട്ടു. അങ്ങനെ പെരിന്തൽമണ്ണയുള്ള നമ്മളെ മറ്റേ അന്നത്തെ താലൂക്ക് സെക്രട്ടറി K. മൂസക്കുട്ടി, അപ്പോൾ അദ്ദേഹം ഈ മുസ്തഫാനിട്ട് നമ്മൾ നേരെ മെഡിക്കൽ കോളേജിൽ പോകണം. ഫറൂഖിലെത്തുമ്പോഴേക്കും ആൾ മരിച്ചു വീണു. അപ്പോഴേക്കും പിന്നെ ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി. പിറ്റേ ദിവസം മറ്റേ കക്കുത്തങ്കാടിയിൽ മറ്റേ വലിയ പള്ളീൻ്റെ നേരെ മുന്നിലാണ് ഈ മറ്റേ മുസ്തഫയുടെ വീട്. അപ്പോൾ അവിടെ മറ്റേ പ്രിൻസിപ്പാള് ഈ മയ്യത്ത് കാണാൻ വേണ്ടി വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും പ്രിൻസിപ്പാൾ ഈ മയ്യത്ത് കാണാൻ പാടില്ല. അപ്പം മൂസൂട്ടിയൊക്കെ പറഞ്ഞു എന്താ റൂഫി പറഞ്ഞു ചോദിച്ചു. അതായത് ഈ കാര്യത്തിൽ മാത്രം ഞങ്ങൾക്കൊരു വാശിയുണ്ട്. അപ്പം എൻ്റെ കൂടെ മറ്റുള്ള സ്റ്റുഡൻസ് കൂടി, കാരണം ഇദ്ദേഹമാണ് ഈ കുട്ടിയുടെ കൊലയാളി, ഇയാളാണ് സത്യത്തിൽ. ഇദ്ദേഹത്തിൻ്റെ ഒറ്റ പിടിവാശിയാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇയാൾ കാണാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹം ഓടുന്ന് തിരിച്ചു പോകണം. അതായത് പിറ്റേ ദിവസം ഞങ്ങൾ മറ്റേ കവറോടൊക്കെ കഴിഞ്ഞ് മറ്റേ അവിടെ കോളേജ് വന്നു, അനുശോചനം വെക്കാണ്. ഈ അനുശോചനം വെക്കുന്ന സമയത്ത് പ്രിൻസിപ്പാളാണ് അധ്യക്ഷൻ. അപ്പോൾ ആദ്യം മറ്റേ ഈ അനുശോചന മറ്റേ രേഖപ്പെടുത്താൻ വേണ്ടി വിളിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഇയാളെ സ്റ്റേജിൽ വെച്ചുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്താൻ കഴിയില്ല, ഇദ്ദേഹമാണ് കൊലയാളി, ഈ കൊലയാളിനെ എടുത്തിട്ട് എങ്ങനെ നമ്മൾ അനുശോചനം രേഖപ്പെടുത്തും? ഇയാൾ ആപ്പോടെ കണ്ണും മുറുക്ക് ചൂപ്പിച്ച് മൂപ്പര് ഇറങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങൾ അനുശോചനം കഴിഞ്ഞ് പിന്നെ എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മറ്റേ റൌഫിൻ്റെ വിദ്യാഭ്യാസം BCom വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞത് നമുക്ക് നോക്കാം, എൻ്റെ ഒരു ടാർഗറ്റ് ICW ചെയ്യാന്നുള്ളതാണ്. നമുക്ക് നോക്കാം, സമയമുണ്ടല്ലോ, സെക്കൻഡ് ഇയർ, ഇനി എൻ്റെ തേർഡ് ഇയർ കഴിഞ്ഞിട്ട് വേണം, നമുക്ക് നോക്കാം. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് വെച്ചാൽ മറ്റേ BCom കഴിഞ്ഞോടുകൂടി തന്നെ ഞാൻ നേരെ അവിടെ നിന്ന് അടിയന്തരാവസ്ഥ സമയത്ത് തെരഞ്ഞെടുപ്പിൽ മറ്റേ ഇന്ദിരാഗാന്ധി തോറ്റു. ആ തെരഞ്ഞെടുപ്പിൽ അന്ന് മേലാറ്റൂർ സജീവമായിട്ട് പങ്കെടുത്തു. കഴിഞ്ഞിട്ട് അങ്ങനെ ബോംബെയിലേക്ക് പിന്നെ കാരണം ഇയാൾ മറ്റേ ഇന്റർ യൂണിവേഴ്സിറ്റി ഒരിക്കലും മറ്റേ പഠനം ഇവിടെ ക്യൂലാന്നുള്ളത് അന്ന് ഈ മറ്റേ കോൺടാക്ട് ഗുഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്നു. കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വലിയ മസ്റ്റാണ് മറ്റേ യൂണിവേഴ്സിറ്റിക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അങ്ങനെയാണ് ഞാൻ മറ്റേ ബോംബെ യൂണിവേഴ്സിറ്റിക്ക് വരുന്ന MCom വരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പാഠശാല. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം 1987 തോന്നുന്നു. അപ്പോൾ ഞാൻ പിന്നെ സൗദിയിൽ വന്നു. 87 പ്രിൻസിപ്പാൾ ഇവിടെ വന്നിരുന്നു. അങ്ങനെ അദ്ദേഹം മറ്റേ മൂസമാഷ് അന്ന് ഞങ്ങളുടെ ഫിസിക്സിൻ്റെ പ്രൊഫസർ, മൂസമാഷിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരാൾ വരുന്നതാണ്. അപ്പോൾ മൂസമാഷോട് പറഞ്ഞു ഇങ്ങനെ മറ്റേ ഇയാളെ ലിസ്റ്റ് ചെയ്ത് റൌഫ് ഇവിടെ ഉണ്ട്, റൌഫിനൊന്നും കാണണമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മൂസമാഷോട് പറഞ്ഞു മൂസമാഷ് അയാൾ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ കാണുന്ന പ്രയാസമല്ല, പക്ഷെ ഒരു കാരണവശാലും K. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഞാൻ കാണുന്നു. I never want to see his face at all my whole life. അത് ഇത് പറഞ്ഞ് ഇയാൾ ആപ്പാട് എന്നിട്ട് ഇയാൾ ചെയ്തതെന്ന് വെച്ചാൽ
ഇങ്ങൊരു MES നിന്ന് റിട്ടയർ ആയിട്ട് നമ്മൾ മറ്റേ ഇവിടെ പിന്നെ പെരുവള്ളൂർ ഒരു മജ്ലിസ് കോളേജുണ്ട്. അവിടെയാണ് എൻ്റെ മോന് മറ്റേ, കാരണം എന്നാൽ ഈ മറ്റേ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് അന്ന് കുറഞ്ഞ സ്കൂൾ കോളേജുകൾ മാത്രമേ. ഇവന് കമ്പ്യൂട്ടർ സയൻസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്ത് അവിടെ ഇയാളെ പ്രിൻസിപ്പൾ. അങ്ങനെ ഇത് VK റൌഫിന്റെ മകനെന്ന് പറഞ്ഞുകൂടി യുവോനെയും കൂടി ടോർച്ചർ ചെയ്തു ഒരു വർഷത്തിൽ കുറച്ച് നിന്നുണ്ടോ കൊണ്ടു. അല്ല, താങ്കള് അപ്പം BCom അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്തു. BCom കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെ പിന്നെ MCom? അല്ല, കംപ്ലീറ്റ് ചെയ്യിക്കില്ല എന്ന് പറഞ്ഞിട്ടും അതേ കോളേജ്. അതെ, ഞാൻ എൻ്റെ മറ്റേ അമ്മേൻ്റെ മകള് മറ്റേ ഐഷ, അവിടെ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ നിന്ന് യൂണിവേഴ്സിറ്റി കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അങ്ങനെ ഐഷ മുഖാന്തരം സർട്ടിഫിക്കറ്റ് ഓടിച്ചിട്ട് നമ്മൾ പാർട്ടി ലെവലിൽ പ്രൊഫസർ തെക്കേടത്തുനിന്ന് മറ്റേ ബോംബെ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറാണ്. അങ്ങനെ തെക്കേടത്ത് മുഖാന്തരമാണ് പിന്നെ നമ്മൾ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ MComന് അഡ്മിഷൻ പഠിക്കുന്നത്. BCom കംപ്ലീറ്റ് ചെയ്തിട്ട് താങ്കൾ MComന് ബോംബെ യൂണിവേഴ്സിറ്റി പോയി. അപ്പം അവിടുത്തെ കലാലയ, അവിടെയും രാഷ്ട്രീയ, അതെ പോതാർ കോളേജ് മാട്ടുങ്കൽ അല്ല, അവിടെയും സജീവമായിരുന്നു. മറ്റേ SFIയിലായിരുന്നു അവിടെ. അന്നത്തെ എന്തെങ്കിലും മഹാരാഷ്ട്ര, അതായത് അവിടുത്തെ എന്തെങ്കിലും ഓർമ്മകൾ പങ്കുവെക്കാനുണ്ടോ കലാലയ ജീവിതത്തില്, MCom കാലഘട്ടത്തില്? അല്ല, അവിടെ ഈ മറ്റേ സത്യത്തിൽ ഞാൻ ഈ ബോംബെയിൽ മറ്റേ SFIയിലേറെ, കാരണം SFI ഒരു ഫ്ലോട്ടിംഗ് സ്റ്റേജിലായിരുന്നു. അവിടെ കൂടുതൽ ശക്തമായിട്ട് ട്രേഡ് യൂണിയൻ ഉണ്ടായിരുന്നു. മറ്റേ CITU ആണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ CITUവിൻ്റെ ഇതായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ CITUവിൽ തന്നെ അവിടെ ചെയ്ത ഒരു പരിപാടി എന്ന് വെച്ചാൽ മറ്റേ എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നൊരു കമ്പനി പ്രസ് മെറ്റൽ കോർപ്പറേഷൻ മറോൾ നാക്കിയിൽ. ഈ മറോൾ നാക്കിയിൽ പ്രസ് മെറ്റൽ കോർപ്പറേഷനിൽ ഒരുപാട് മലയാളികളുണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു മറ്റേ ഒരു തൊഴിൽ സമരം വരികയാണ്. ഈ തൊഴിൽ സമരം വന്ന സമയത്ത് അവിടെ മറ്റേ ഒരു ക്ലാഷിൽ ഒരു കല്ലേറ് ഇട്ടാണ് ഇവിടെ തലക്ക് അന്ന് സത്യത്തിൽ കഥ കഴിഞ്ഞു എന്നില്ല, കല്ലേറ് ഇട്ടിട്ട് അത് കഥ കഴിഞ്ഞു എന്നാണ്. അപ്പം അങ്ങനെ കൂപ്പർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ നോർമലായിട്ട് മറ്റേ പുറത്തേക്ക് വരുന്നതാണ്. അതിനുശേഷമാണ് പിന്നെ വാപ്പ തീരുമാനിക്കുന്നത് ഇവനൊരു പ്രീമെച്യൂർ ഡെത്ത് സംഭവിക്കാൻ പാടില്ല. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ പ്രീമെച്യൂർ ഡെത്ത് സംഭവിച്ചോളൂ. അങ്ങനെയാണ് മറ്റേ അന്ന് എൻ്റെ ചെറിയ അളിയമ്പടെ മറ്റേ അജ്ജനൊക്കെ വന്ന് മൂപ്പരോടെ വിസയൊക്കെ എടുത്തിവിടെ മറ്റന്ന് സൂക്കലെമ്മലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൻ മുഖാന്തരം ഒരു വിസ സംഘടിപ്പിച്ച് ഇന്നങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. അതേത് കൊല്ലായിരുന്നു? 982. അപ്പം കോളേജ് ജീവിതം കഴിഞ്ഞ ഉടനെ തന്നെ? ഇല്ല, 982 ഞാൻ അങ്ങോട്ട് വരുന്നത്. ഞാൻ മറ്റേ 77 BCom കഴിയുന്നത്, 79 MCom. അത് കഴിഞ്ഞ് പിന്നെ ICW പാർട്ട് 1 and 2. ആ സമയത്താണ് പാർട്ട് 3 ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഒരു വിസിറ്റിംഗ് വരുന്നത്. 1982 വരുന്നത്. അപ്പം അന്ന് സൗദി അറേബ്യയിൽ വന്നപ്പം അന്നത്തെ സൗദി അറേബ്യയും ഇന്നത്തെ സൗദി അറേബ്യ, കാരണം 82 വളരെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. 38-39 വർഷമില്ല. ശരി. അപ്പം വാപ്പാന്റെ ഒക്കെ നിർബന്ധം കൊണ്ടാണ് ഇങ്ങനെ സൗദി അറേബ്യ, ഞാൻ പറഞ്ഞല്ലോ, മറ്റേ പ്രീമെച്യൂർ ഡെത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എനിക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ, യു വിൽ ബി കിൽഡ് എനി ടൈം, ഏത് സമയത്ത് കൊല്ലപ്പെടുന്നുള്ളൂ. കാരണം ബോംബെയുടെ ഒരു അന്തരീക്ഷത്തിൽ, കാരണം ഈ പൊളിറ്റിക്സ് നാട്ടിൽ മറ്റേ അടിയന്തരാവസ്ഥയും ഒക്കെ. ഈ അടിയന്തരാവസ്ഥ തന്നെ എൻ്റെയൊക്കെ പേര് DIR കണ്ടിട്ട് വാപ്പ മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്ത വന്നു, VK റൌഫ് എന്നൊക്കെ പറഞ്ഞിട്ട് DIR ഒരു അണ്ടർഗ്രൗണ്ട് പോയിരിക്കും പറഞ്ഞിട്ട്. അങ്ങനെ ഈ വാർത്ത കണ്ടിട്ടാണ് പുള്ളി മറ്റേ ബോംബെന്ന് മറ്റേ നാട്ടിൽ വരുന്നത്. MES കേസിൽ വന്ന് പ്രിൻസിപ്പാളെ കാണാത്ത, പ്രിൻസിപ്പാൾ അത്യാവശ്യം വില്ലനാണോ എന്ന് പറഞ്ഞിട്ട് പുള്ളി. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് പിന്നെ ഈ ബോംബെയിൽ വന്നിട്ട് ഈ പൊളിറ്റിക്സിൽ തുടങ്ങി കൂടിയിട്ടാണ് പിന്നെ. അപ്പോൾ അന്നത്തെ സൗദി അറേബ്യയും ഇന്നത്തെ എന്തെങ്കിലും മെയിൻ ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും? ഒരുപാട് മാറ്റം എന്ന് പറഞ്ഞാൽ ഡേ ആൻഡ് നൈറ്റിന്റെ വ്യത്യാസമില്ല. അതാണ്. കാരണം ഇന്നത്തെ കാരണം ഞാൻ മറ്റേ വരുന്ന സമയത്ത് 82 ഒരു സൗദി അറേബ്യന്റെ ആ ഒരു അന്തരീക്ഷ ആപ്പാടെ മാറിപ്പോയില്ല. നമ്മൾ ഒരു വലിയ രൂപത്തിലേക്കുള്ള മുന്നേറ്റം ഇവിടെ ഉണ്ടായിരുന്നത്. കാരണം ഞാൻ ഇപ്പോൾ നമ്മൾ മറ്റേ കന്തറ പാലുണ്ടല്ലോ, ഈ പാലം ഞാൻ വരുന്ന സമയത്ത് മറ്റേ ആ പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്കതൊരു പുതിയ അനുഭവമായിരുന്നു. ഇത് തന്നെ പാർട്ട് അസംബിൾ കൊണ്ടുവന്നിട്ട് ഇത് അസംബിൾ ചെയ്യണം. ഓരോ പാർട്ട് ഇത് മറ്റേ പ്രീ ഫാബ്രിക്കേറ്റഡ് സാധനം പാർട്ട് കൊണ്ടുവന്നിട്ട് ഈ പാലങ്ങനെ. അപ്പോൾ എനിക്ക് ആദ്യം വന്ന ഒരു 6-7 മാസം ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ചായ കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ ആ
മറ്റേ സുഖലമിൽ താമസിക്കുന്നത്. ഞാൻ ഈ കൺസ്ട്രക്ഷൻ കാണുന്ന കാരണം എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. കാരണം ഈ ശരിക്കും സൗദി അറേബ്യയുടെ ആ ഉയർച്ചയുടെ അതെ കാലഘട്ടം അതിന്റെ ഡെവലപ്മെന്റ് നമ്മൾ കാണുന്നതാണ്. ഫുള്ള് കാണാൻ പറ്റി. പുള്ളി കാണുന്നത്. അപ്പം ഈ നവോദയയുടെ തുടക്കം എങ്ങനെയായിരുന്നു? അത് നവോദയ എങ്ങനെ വെച്ചാൽ നമ്മള് സഖാവ് ഇമ്പിച്ചാവയുടെ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പൊന്നാനിക്കാരൻ റഹീം ആയിരുന്നു. അപ്പൊ റഹീം മോബിളിലാണ് അന്ന് വർക്ക് ചെയ്യുന്നത്. അന്ന് മോബിൾ തന്നെയാണ് ഞാനന്ന് ലൂബ്രഫിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ മോബിളിൻ്റെ അന്ന് ആദ്യം ഞാൻ അഖിലിൽ കോൺട്രാക്റ്റിൽ ലൂബ്രഫിൽ അവർ റിക്രൂട്ട് ചെയ്തു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് പിന്നെ അവരെന്നെ എനിക്ക് വിസ തരാണ്. ലൂബ്രഫിന് വിസ തന്നിട്ട് അങ്ങനെ പെട്രോമിൻ്റെ വിസയിൽ പോയിട്ട് ആ നാട്ടിൽ വിസ അടിച്ചു വരികയാണ്. അപ്പോൾ റഹീമിനായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയോ അന്നെന്ന് വെച്ചാൽ നമ്മൾ തെരഞ്ഞെടുപ്പുകൾ ഇന്നത്തെ സമയങ്ങളിലാണ് നമ്മൾ കൂടുക. അങ്ങനെ ഒറ്റപ്പെട്ട ഗ്രൂപ്പുകളായിട്ട് അങ്ങനെ കൂടുന്നത് 86 അങ്ങനെയായിരുന്നു. അതിന് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഒരു സംഘടിത സ്വഭാവം വരുന്നത് 88 88 നമ്മൾ സഖാവ് ടി കെ ഹംസാക്ക അന്ന് അദ്ദേഹം 987 മിനിസ്ട്രിയിൽ പൊതുമരാമത്ത് മന്ത്രിയും അതുപോലെ തന്നെ ചീഫ് വിപ്പാണ്. അദ്ദേഹം വന്നിട്ടാണ് നമ്മളിവിടെ ഔദ്യോഗികമായിട്ടുള്ള ഇതിൻ്റെ രൂപീകരണം നടത്തുന്നത്. ആ രൂപീകരണ സമയത്ത് എങ്ങനെ വെച്ചാൽ ഞാനൊക്കെ അന്ന് ഏറ്റവും ശിശുവാണ്. അന്ന് വലിയൊരു ലീഡർഷിപ്പിനോട് ഒരു ഗംഭീര നമ്മള് നല്ലോണം റഷീദ് റഹീം MC അബു അവന്മാർ തന്നെ നമ്മളൊരു പ്രേമുണ്ടായിരുന്നു, ആലപ്പുഴക്കാരൻ്റെ പ്രേമൻ. അദ്ദേഹം പിന്നെ നാട്ടിൽ പോയിട്ട് പിന്നെ SNDP അങ്ങനെയാണ് പോയാണ്. അങ്ങനെ വലിയ ടീമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് എൻ്റെ ഏറ്റവും ജൂനിയേഴ്സ് ആണ്. ആ രൂപത്തിലാണ് അതിൻ്റെ ഒരു തുടക്കം. ആദ്യമായിട്ട് ഇവിടെ സൗദി അറേബ്യയിൽ തന്നെ ആദ്യമായിട്ട് കലാപരിപാടി 2000-ഓളം ആൾക്കാരെ പങ്കെടുപ്പിച്ചിട്ടുള്ള കലാപരിപാടി നടത്തിയിട്ടുള്ളത് നമ്മളാണ്. ഈ ദാർലനാൻ സ്റ്റേഡിയത്തിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ട് നമ്മുടെ കിലോ 2 അവിടെ 988 നമ്മൾ ഒരു പെരുന്നാളിൻ്റെ സമയത്ത്, രണ്ടാം പെരുന്നാളിന് ചെറിയ പെരുന്നാളിന് നമ്മൾ വലിയ രൂപത്തിലൊരു കലാപരിപാടി ഉണ്ടാക്കി. അന്ന് ഹംസായ്ക്കും ഭാര്യയുണ്ട് എന്ന് പറഞ്ഞു. അവരവിടെ അന്ന് ഉദ്ഘാടനം ചെയ്തത്. അപ്പം അങ്ങനെയാണ് നമ്മളെങ്ങനെ ഈ രൂപത്തിലുള്ള സാധനം ഇവിടെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ബെഞ്ച് മാർക്ക് അന്ന് മുതൽ തന്നെ നവോദയ സൃഷ്ടിക്കുന്നു. അന്ന് സൗദി അറേബ്യയില് ഈ പരിപാടികൾ അനുവദിച്ചിരുന്ന കാലഘട്ടമല്ല, ഇത്ര അല്ല കാലഘട്ടമല്ല. നമ്മൾ ഈ പരിപാടി തുടങ്ങുമ്പോൾ തന്നെ നമ്മള് ആൾക്കാർ വന്നിരുന്നു. ഇതിന്റെ അന്വേഷണം നടന്നു. അപ്പം അന്വേഷണം നടന്നു. നമ്മള് റഷീദ് കീം അതുപോലെ തന്നെ MC അബും ഇവരാപ്പാട്. അപ്പം ഓരോന്നും ഞങ്ങളിങ്ങനെ പെരുന്നാളിന്റെ ഞങ്ങൾ ആഘോഷിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഒരു ആരോഗ്യത്തിന്റെ വിട്ടാണ് കലാരംഗത്തിലൂടെ അങ്ങ് നവോദയ പിടിച്ചു. പിന്നെ ഈ പൊതുവെ നമ്മളെ കമ്മ്യൂണിറ്റി മാത്രമല്ല ഇൻവോൾവ് ചെയ്യിക്കുന്നു. ശരി, അപ്പം അതുകൊണ്ടല്ലേ ഇപ്പം ഫ്രീ ആണല്ലോ. ഇപ്പൊ ഫ്രീ ആണ്. അന്നത്തെ ആ രൂപത്തിൽ അന്ന് നമ്മൾ ഈ ബെഞ്ച് മാർക്ക് അങ്ങനെ അതിന് ശേഷമാണ് പിന്നെ ഒരുപാട് സംഘടനകൾ നമ്മളെ ഇതര സംഘടനകളൊക്കെ പരിപാടി തുടങ്ങിയത്. നവോദയാണ് ആദ്യമായിട്ട് നമ്മൾ ആദ്യം ഒരു ചെസ് അത് നമ്മൾ സൗദി കേബിളിൽ നമ്മളൊരു ചെസ് ഒരു കാരംസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചു. അത് കഴിഞ്ഞ് സ്പോർട്സ് നമ്മളാണ് ജനകീയമായിട്ടുള്ള സ്പോർട്സുകൾ അൽ ഇത്തിഹാദ് സ്റ്റേഡിയത്തിലൊക്കെ അൽ അലി സ്റ്റേഡിയത്തിലൊക്കെ നമ്മൾ സ്പോർട്സുകൾ നടത്തി. അങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് നമ്മളാണ് സൃഷ്ടിക്കുന്നത്. ആണ് അതിന്റെ ഒരു സ്ഥിതി. എല്ലാവർക്കും ഒരു വഴി തുറന്നിട്ടത് അത് നവോദയാണ് എന്ന് റാഡിക്കൽ ഒരു ഏതൊക്കെ രൂപത്തിലേക്കുള്ള മാറ്റങ്ങൾ നമുക്ക് കൂടെ കൊണ്ടുവരാൻ പറ്റും നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. ആ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ഈ ചിത്രരചന മത്സരം നമ്മളാണ് ആദ്യം നമ്മൾ സംഘടിപ്പിക്കുക. 1000കണക്കിന് കുട്ടികളാണ് ചിത്രരചന മത്സരം പങ്കെടുക്കുക. അപ്പം അതൊരു സാധനം നമ്മൾ ചെയ്തിട്ടുള്ള ഒരു നമ്മുടെ ഏറ്റവും വലിയ നെയിം പ്ലേറ്റ് അതായിരുന്നു. കാരണം ഞാൻ പലപ്പോഴും തന്നെ ഈ ഹൈദരാബാദ് കമ്മ്യൂണിറ്റിയിൽ അവന്മാർ തന്നെ നോർത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ചെല്ലുമ്പോൾ സ്ഥലത്ത് ഞാൻ VK റൂഫ് നവോദയ ദ പെയിന്റിങ് പീപ്പിൾ അന്ന് അവർക്ക് അതാ അറിയാം. നവോദയ ചെയ്യുന്നതാണ് പെയിന്റിങ് എന്നുള്ളതാണ് അവർ. അപ്പൊ അതിൻ്റെ അടുത്ത് പറയാ യു ആർ ദ നവോദയ യെസ് പെയിന്റിങ്. ഇപ്പം ശരിക്കും സൗദി അറേബ്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കൊഴുകുന്ന ഒരു സംഘടനാ പ്രവർത്തനത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു പേര് ശ്രീ VK റൂഫ് എന്ന് തന്നെയാണ്. അഭിമാനപൂർവ്വം തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ താങ്കൾ ദീർഘകാലമായിട്ട് ഫാമിലി ആയിട്ടായിരുന്നല്ലോ ഇവിടെ താമസിച്ചിരുന്നത്. അപ്പം ഈ നാട്ടിലത്തെ രാഷ്ട്രീയം പ്രവർത്തനങ്ങൾ ഇവിടെ ഇരുന്നിട്ട് മിസ് ചെയ്യുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, എനിക്ക് തോന്നിയില്ല. കാരണം എന്താ ഞാൻ ഇപ്പം നാട്ടിലാണെന്നുണ്ടെങ്കിലും ഞാൻ ചെയ്യേണ്ട പണി തന്നെയാണ് ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക്. കാരണം നമ്മൾ ഒരു നാട്ടിലാണെന്നെങ്കിൽ എന്തോ വെച്ചാൽ പിക്കറ്റിങ്ങും സമരങ്ങളും ആ രൂപത്തിൽ ഉണ്ടാവുന്നവർക്ക് ഇവിടെ ഇല്ല. ഇതിന് പകരത്തെ നമ്മൾ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇടപെടലെടുക്കുന്നുണ്ടാവും.
ഇപ്പം ഞാൻ ഇവിടെയാണ് ഈ നാട്ടിൽ അത് മാത്രമല്ല, ഇപ്പം ഞാൻ നാട്ടിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ 10 ദിവസം നാട്ടിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിലും നേരെ എയർപോർട്ടിൽ നിന്ന് ചെല്ലുമ്പോൾ ഞാൻ കോഴിക്കോട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ മറ്റേ മലപ്പുറം ജില്ലാ സെക്രട്ടറിനെ വിളിച്ച് പറയും ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പെരുന്തമണ്ണ ഏരിയ സെക്രട്ടറിനോട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മേലാറ്റൂർ LCSനോട് പറഞ്ഞ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പോകണം തവ്യാൻ എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ അവർ എന്നോട് പറയും ഇന്ന സ്ഥലത്ത് ഇന്ന പരിപാടി ഉണ്ട്. നമ്മൾ നേരെ അവിടെ പോകണമെന്ന് ആക്റ്റീവാണ് അവിടെ. അപ്പോൾ എനിക്കൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാൽനട ജാഥയിൽ, പ്രകടനത്തിൽ, പൊതുയോഗത്തിൽ. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പലപ്പോഴും പറയലുണ്ട് മറ്റേ 40 വർഷത്തെ മറ്റേ പ്രവാസ ജീവിതം. ഈ 40 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ മറ്റേ നിങ്ങൾ നാടുമായിട്ട് വല്ലാതെ അകന്നുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജനറേഷനും എനിക്ക് മറ്റേ ഫെമിലിയറാണ് ചെല്ലുമ്പോൾ. കാരണം ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു 2-3-4 സ്ഥലത്തേലും സംസാരിച്ചിട്ടുണ്ടാവും, പ്രസംഗിച്ചിട്ടുണ്ടാവും. അത് SFI ഉണ്ടാവും, DYFI ഉണ്ടാവും, കർഷക തൊഴിലാളി ഉണ്ടാവും, കർഷക സംഘം ഉണ്ടാവും, KUT ഉണ്ടാവും, പാർട്ടി ഉണ്ടാവും. അപ്പോൾ SFIക്കാരൻ മുതൽ KUTക്കാരൻ വരെയുള്ള എല്ലാവർക്കും അറിയാം VK റൌഫ്, നവോദയ, ആ രൂപത്തിലുള്ള. അപ്പോൾ നാട്ടിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മറ്റേ പെരുന്തമണ്ണ താലൂക്ക്, അപ്പോൾ നമ്മളെ മറ്റേ പെരുന്തമണ്ണ എല്ലാ പഞ്ചായത്തുകളും മറ്റേ തൊട്ടുകിടക്കുന്ന ഇപ്പോൾ മേലാറ്റൂർ, കിയാറ്റൂർ, വട്ടത്തൂർ, ഈ മറ്റേ ഏലംകുളം, ആ പഞ്ചായത്തുകൾ മുഴുവൻ തന്നെ അറിയാവുന്ന. മലപ്പുറം ജില്ല മൊത്തം മറ്റേ എല്ലാ സ്ഥലത്തും VK റൌഫ് എന്നുള്ള ആ VK നവോദയ റൌഫ്, അത് നവോദയ ഒരു നഷ്ടബോധം എന്ന് ഇല്ല പറയാനായിട്ടില്ല. ഇല്ല. ഇപ്പം കോവിഡ് കാലത്തെ നവോദയയുടെ പ്രവർത്തനത്തിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഈ കോവിഡ് കാലത്ത് ഉള്ള ഒരു പ്രയാസം വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ചും കോവിഡ് കാലത്ത്, കാരണം കോവിഡ് കാലത്ത് ഉള്ള ഒരു വലിയ പ്രയാസം നമുക്ക് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ മറ്റേ മുൻകാലങ്ങളെ പോലെ ഒരു പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പം ഇല്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ നമ്മൾ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ആദ്യം തന്നെ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ സമയത്ത് നമ്മളെടുത്ത് തീരുമാനം തരുന്നു പട്ടിണി കാരണം ഒരു ഇന്ത്യക്കാരനും ഇവിടെ പട്ടിണി നടക്കാൻ പാടില്ല. അതാണ് നമ്മൾ ആദ്യം തീരുമാനം വന്നത്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ആയിരക്കണക്കിന് മറ്റേ ആൾക്കാർക്കാണ് നമ്മൾ കിറ്റുകൾ കൊടുത്തത്. നമ്മൾ മറ്റേ എംബസിയിൽ നിന്ന് നമ്മൾ 8-10 ആൾക്കാർക്ക് നമ്മൾ പാസ് ഉണ്ടാക്കുന്നു. ആ പാസ് അടിച്ചാൽ അവർ വീടുകളിൽ പോയി കിറ്റ് കൊടുക്കുന്നു. ആ രൂപത്തിലുള്ള ഒരു വർക്ക് നടത്തുന്നു. ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന കേസുകൾ, കൗൺസിലിംഗ് നടത്തുന്ന കേസുകൾ, ഇങ്ങനെയുള്ള ഓരോ കേസുകളും നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ രൂപത്തിലുള്ള ഒരു വലിയൊരു ഇൻട്രാക്ഷൻ നടക്കുന്നത്. പിന്നെ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് മുഖ്യമന്ത്രി നടത്തുന്ന മറ്റേ സൂം മീറ്റിങ്ങുകൾ, അതുപോലെ തന്നെ മറ്റേ ഇവിടെ തന്നെ പ്രാദേശിക നടക്കുന്ന സൂം മീറ്റിങ്ങുകൾ, ഇതിനകത്തൊക്കെ തന്നെ നമ്മൾ ഇടപെടുന്നു. ആ ഇടപെട്ടുകൊണ്ടുള്ള ഒരു പുതിയ മറ്റേ പ്രവർത്തന രീതിയാണ് നമ്മളതിൽ കൊണ്ടുവരുന്നത്. അല്ല, ആദ്യം നവോദയ ചാർട്ടേഡ് ഫ്ലൈറ്റിനെ എതിർത്തു എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ നവോദയ തന്നെ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്യാൻ തുടങ്ങി. അപ്പം അത് എന്തുകൊണ്ടാണ് ആദ്യം എതിർത്തത്? പിന്നെ എന്തുകൊണ്ടാണ്? അല്ല, അങ്ങനെ എതിർത്തിട്ടില്ല. നമ്മൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മറ്റേ നമുക്ക് ആദ്യം നമ്മൾ മറ്റേ എന്താണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇടതുപക്ഷ പ്രസ്ഥാനമാണല്ലോ. ഈ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിനകത്തുള്ള സംബന്ധിച്ചാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനും നോ പ്രോഫിറ്റ് നോ ലോസ് ആയിരിക്കണം. അത് നമ്മൾ ജീവകാരനെ നമ്മൾ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നതാണ്, മനുഷ്യനെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ മറ്റേ സൗദി എയർലൈൻസിൻ്റെ ഒക്കെ നമ്മൾ മറ്റേ 2500, 2800, 3000 റിയാൽ ശമ്പളം വെച്ച് മറ്റേ ഒരു 1 വേ കൊടുക്കണം പറഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള സംഭവമാണ്. നമുക്ക് ജനങ്ങളോട് പറയാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറച്ചുകൂടി ആ കാര്യത്തിൽ മറ്റേ ഈ ഫ്ലൈറ്റുകൾ, ചാർട്ടർ ഫ്ലൈറ്റുകൾക്ക് പെർമിഷൻ കൊടുക്കുന്ന രൂപത്തിൽ, ഇഷ്ടംമാതിരി പെർമിഷൻ കൊടുക്കുന്ന രൂപത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് വരുന്നു. മറ്റേ ഫ്ലൈറ്റുകൾ ഇവിടുന്ന് പോകാമെന്നുള്ള, പ്രവാസികൾക്ക് അവിടെ ചെല്ലാമെന്ന രൂപത്തിൽ കാര്യം. അപ്പോഴാണ് നമ്മൾ മറ്റേ അക്ബർ ട്രാവൽസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നാൽ ഏറ്റവും മിനിമം ചാർജിൽ, കാരണം ഇവിടെ മറ്റേ 2500, 2300 ഓടിക്കുന്ന സമയത്താണ് നമ്മൾ 1950 എന്നുള്ള ഒരു ബെഞ്ച് മാർക്ക് വിളിക്കുന്നത്. നവോദയ അവിടെ ചെയ്തിട്ടുള്ളതാണ്. ഈ ബെഞ്ച് മാർക്ക് നവോദയ വെച്ചിട്ടുള്ളതാണ്. അതിനുശേഷം മറ്റുള്ളവരൊക്കെ തന്നെ ആ ലെവലിൽ എത്തിയായിരുന്നു. മറ്റേത് 2300, 2600 കൊടുത്തു പോയത് ഒരു മറ്റേ ഇപ്പോൾ സൗദി എയർലൈൻസിന് മറ്റേ നമ്മളെ 1-2 ആൾക്കാർ ഞങ്ങൾ ആദ്യം ബന്ധപ്പെട്ട് ഇങ്ങനെ 2300, 2400 ഞമ്മക്ക് പറ്റില്ല. പിന്നെ ഈ രൂപത്തിലേക്കുള്ളൊരു ചാർജ് കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മളതിൻ്റെ ഒരു 1950 എന്നുള്ള നമ്പർ എത്തിയോടുകൂടിയിട്ട് നമ്മൾ എന്നാൽ പിന്നെ ഇവർ മറ്റേ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്ന രൂപത്തിൽ നമ്മൾ 8 ഫ്ലൈറ്റ് യാത്ര ചെയ്ത് നമ്മൾ പറഞ്ഞയച്ചു. ഇപ്പം കോവിഡ് നേരിടുന്നതിന് സംസ്ഥാന സർക്കാർ നമുക്കെല്ലാവർക്കും അറിയാം ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു. അപ്പം പക്ഷേ ഇപ്പോൾ ഇങ്ങനെ നല്ല മാതൃകയായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഒരു സ്വർണ്ണക്കടത്ത് വിവാദം നമ്മുടെ സർക്കാരിനെ, കേരള സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് താങ്കൾ? പ്രതിക്കൂട്ടിൽ കേട്ടോ, അങ്ങനെ ഒരു ധാരണ കൊണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട സംബന്ധിച്ചാൽ ഈ മലയാളിയുടെ ഒരു മറ്റേ മൈൻഡ് സെറ്റ് മാറേണ്ട സംബന്ധം. മലയാളി എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു അന്തർമുഖനായിട്ടുള്ള, ഞാനൊരു മലയാളിയാണ്. ജന്മം കൊണ്ട് മഹാരാഷ്ട്രനാണെങ്കിലും കർമ്മം കൊണ്ട് ഞാൻ മലയാളിയാണ്. എൻ്റെ ജനിച്ച നാടും വീടൊക്കെ ബോംബെയാണ്. മറ്റേ ഇപ്പോൾ
നമ്മൾ അമിതാഭ് ബച്ചൻ ട്രീറ്റ്മെൻറ്റ് കിടക്കുന്ന നാനാവട്ടി ഹോസ്പിറ്റലാണ് എൻ്റെ ജന്മം നടക്കുന്നത്. എൻ്റെ സർട്ടിഫിക്കറ്റ് അടക്കേണ്ട ആർക്കും യാതൊരു വീടുമെങ്കിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്ന ആർക്കും. അപ്പോൾ ഞാൻ ലോകത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു പ്രദേശം ഏതാണെന്ന് വെച്ചാൽ ബോംബെ സിറ്റിയാണ്. എൻ്റെ ലൈഫിൽ എല്ലാ സമയത്തും ഒരു 2 മാസം 3 മാസം കൊണ്ട സമയത്ത് ഒരു രാത്രിയെങ്കിലും 2 രാത്രിയെങ്കിലും ബോംബെയുടെ ചോപ്പാട്ടിയിലൂടെ അല്ലെങ്കിൽ ജൂ ചോപ്പാട്ടിയിലൂടെ പോയില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമുള്ള മനുഷ്യനാണ്. ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്രദേശം ബോംബെയാണ്. അത് കഴിഞ്ഞാൽ ജിദ്ദയാണ്. രണ്ടാമത് ഞാൻ ഇഷ്ടപ്പെടുന്ന കോസ്മോപൊളിറ്റൻ സിറ്റിയിലെ ഏറ്റവും കാരണം നീണ്ട 40 വർഷത്തെ ലൈഫാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു സ്വർണ്ണക്കടത്തിൻ്റെ ഞാൻ പറയാൻ വെച്ചാൽ ഈ പ്രത്യേകിച്ച് മാധ്യമങ്ങൾ അവരുടെ രീതി മാറ്റുന്നതാണ്. ഇപ്പം നമുക്കറിയാം, ഈ ആ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് ഇത് വളരെ കൃത്യമായ ഒരു സ്വർണ്ണ കള്ളക്കടത്താണ്. അതിനകത്ത് ഈ സ്വർണം അയച്ചിട്ടുള്ള ഒരാളുണ്ട്, അതിവിടെ റിസീവ് ചെയ്യുന്ന ഒരാളുണ്ട്, അത് ഗുണഭോക്താക്കളായിട്ട് ഒരാളുണ്ട്. ഇതൊരു രാജ്യദ്രോഹ കുറ്റമാണെന്നാണ്, 100% രാജ്യദ്രോഹ കുറ്റം. അതിനകത്ത് എന്ത് പറ്റിച്ചാൽ ഒരു സ്ത്രീ അതിനകത്ത് ഇടപെട്ടു. അപ്പോൾ മാധ്യമങ്ങൾ എവിടെ പോകുന്നത്? ഈ മസാലയിലാണ് പോയതാണ്. വല്ലാത്തൊരു ഈ മലയാളിയുടെ എന്താണ് ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല അർത്ഥം. അപ്പോൾ നമ്മൾ ആ സരിതയുടെ കേസ് നമ്മൾ നോക്കാം. ഒരു പാവപ്പെട്ട സ്ത്രീ അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വന്നതെന്ന് അർത്ഥം. ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു വരും, വല്ലാത്ത രൂപത്തിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീ എന്ന്. കാരണം അവരുടെ ഔദ്യോഗിക രംഗത്ത് അവരെ ചൂഷണം ചെയ്തു എന്നുള്ളതാണ്. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, മലയാളിയുടെ ഒരു മൈൻഡ് സെറ്റ് മാറുന്നില്ല. അവരൊരു വ്യവസായിയായിരുന്നു അവർ സത്യം. അവരുടെ സോളാർ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ. ഇപ്പം ഈ സ്വപ്ന സുരേഷ് അതെന്താ ചെയ്യുന്ന വെച്ചാൽ, ഒരു കൂട്ടം മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ എങ്ങനെ ടാർഗറ്റ് ചെയ്യാം, ഈ കള്ളക്കടത്ത് പിടിക്കാനല്ല നോക്കുന്നവർ. ഇപ്പൊ NIA അന്വേഷണം നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ കസ്റ്റംസിന്റെ അന്വേഷണം. 2 കേന്ദ്ര ഏജൻസികളാണ്. ഈ 2 കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന സമയത്ത് വളരെ കൃത്യമായി ചോദിക്കുന്നത്, ആദ്യം ചോദിക്കുന്നത് ശിവശങ്കരനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത്, ശിവശങ്കരനെ നിങ്ങൾ സസ്പെൻഡ് ചെയ്തത്. ഈ ഇന്ത്യയുടെ IAS നമ്മളുടെ സോഷ്യൽ സർവീസ് പ്രൊസീജിയർ അനുസരിച്ച് പോലും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. IAS ഓഫീസർ അങ്ങനെ വെച്ചുവിടാനൊന്നും പറ്റില്ല. അതിന് ചില നടപടി ക്രമങ്ങളുടെ അർത്ഥം. ഈവൺ ഇപ്പോൾ ഇന്ന് സംസ്ഥാന സർക്കാർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇയാളെ. പക്ഷെ 48 മണിക്കൂറിനുള്ളിൽ ഈ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കണം. കാരണം അയാൾ IAS കാഡറിലാണ്. പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവേചനാധികാരമാണ് എന്ത് ചെയ്യണമെന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പം ഇതിപ്പോൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ അതിനകത്തൊരു കൊടുക്കില്ല. കാരണം ഈ മടിയിൽ കനലുവിന് പഠിക്കുന്നതിന് അർത്ഥം പിണറായി സഖാവ് ഇതിലേറെ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള നേതാവാണെന്ന് അർത്ഥം. അപ്പം ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന വെച്ചാൽ ഈ സ്വപ്ന സുരേഷിനെ നോക്കാം നമ്മൾ. സ്പേസ് പാർക്കിന്റെ നമ്മൾ IT ഇൻഫ്രാസ്ട്രക്ചറിന്റെ കീഴിലുള്ള സ്പേസ് പാർക്ക്. ആ സ്പേസ് പാർക്കിലെ മാർക്കറ്റിംഗ് പൊസിഷന് വേണ്ടിയിട്ട് പ്രൈസ് വാട്ടർ കൂപ്പർ ഹൗസിന് കൊടുത്തിട്ടുള്ള ഒരു കോൺട്രാക്ട് ഉണ്ട്. ആ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ അവര് വിഷൻ ടെക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. വിഷൻ ടെക്കിന്റെ ഫരീദാബാദ് ബ്രാഞ്ചിൽ നിന്നാണ് ഇവരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഇവരുടെ പ്രൊവിഡന്റ് ഫണ്ട് അടക്കം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത് ഈ വിഷൻ ടെക്കാണ്. പിന്നെ എങ്ങനെ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ ഈ മുഖ്യമന്ത്രിന്റെ ഓഫീസിലേക്ക് ഇതിന്റെ അന്വേഷണങ്ങളും. അവരൊരു കരാർ അടിസ്ഥാനത്തിൽ 6 മാസത്തിന് നിയമിക്കപ്പെട്ടിട്ടുള്ള ഒരു വനിതയെന്നർത്ഥം. ആ വനിത കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെട്ടെന്ന് നമ്മളവിടെ വെക്കുന്ന അർത്ഥം. പക്ഷെ കേസ് അങ്ങോട്ട് പോണ്ടേ? NIA ആയാലും ആണല്ലോ, ആരായാലും ആണല്ലോ, ഇവിടെ പ്രതിപക്ഷമായാലും ആണല്ലോ, ആരായാലും ചെയ്യുന്നത് എന്താണ്, എങ്ങനെ പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ 4 വർഷക്കാലമായിക്കൊണ്ട് കേരളം ഒരു കാലത്ത് കാണാത്ത രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ സമരങ്ങളും ചീറ്റിപ്പോയിട്ടുണ്ട്. ആ സമരങ്ങൾ ചീറ്റിപ്പോയതിൻ്റെ ഭാഗമായിക്കൊണ്ട് അതിൻ്റെ ഇച്ഛാഭംഗത്തിൽ നിന്നാണ് ഈ രൂപത്തിലുള്ള നിഷേധാത്മകമായിട്ടുള്ള സമീപനം BJPയും അതുപോലെ തന്നെ കോൺഗ്രസും ഒരു കൂട്ടം മാധ്യമങ്ങൾ എടുക്കുന്നത്. മാധ്യമങ്ങളുടെ രീതി മാറുന്നുണ്ടാകും. നമ്മൾ മലയാളികൾ വളരെ കൃത്യമായിക്കൊണ്ട് അവരുടെ ദൃശ്യ അച്ചടി കാവ്യ മാധ്യമങ്ങൾക്കെതിരായിക്കൊണ്ട് അവരെ കറക്റ്റ് ചെയ്യേണ്ട ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് നമ്മൾ മലയാളികൾ ഉയർന്നു വരേണ്ടതെന്നാണ് എനിക്ക് പറയുന്നത്. ഇപ്പൊ ആളുകൾ തമാശ രൂപേണെങ്കിലും പറയുന്നുണ്ട്, മുമ്പൊരു സരിത ഇപ്പൊ ഒരു സ്വപ്ന. രണ്ടും ഞാൻ അംഗീകരിക്കാത്ത സംഭവമാണ്. കാരണം ഇതിനകത്ത് നമ്മളൊരു സംഭവം വെച്ചാല് ഒരു വനിത നമ്മളൊരു വനിതനെ റെസ്പെക്ട് ചെയ്യേണ്ടതെന്ന്. ഒരു വനിത ആയതുകൊണ്ടാണ് ഈ മസാല, ഈ ഒരു വനിത ആയതുകൊണ്ട് ഈ മസാല മുഴുവൻ കൂട്ടിച്ചേർക്കണം. ഒരു പുരുഷൻ എന്തും ചെയ്യാം. അവര് ആ ഒരു സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പ്രതി ചേർക്കപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ പ്രതി ചേർക്കപ്പെട്ടവര്
സ്വാഭാവികമായിട്ടും അത് അന്വേഷണം നടക്കട്ടെ. NIA അന്വേഷണം വരുന്നുണ്ട്, കസ്റ്റംസിന്റെ അന്വേഷണം വരുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞ CBIയോ അതല്ലെങ്കിൽ മറ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ആരന്വേഷിച്ചാൽ നമുക്ക് കുറച്ചുകൂടി നടത്തും. കാരണം മടിയിൽ കനണ്ടവന് പഠിക്കേണ്ടത് നടത്തും. സ്വാഭാവികമായിട്ടും മലയാളി മാറേണ്ടത് വെച്ചാൽ ഈ മസാലയിൽ നിന്ന് പുറത്തു കിടന്നുകൊണ്ട് വളരെ കൃത്യമായിക്കൊണ്ട് നാടിന്റെ വികസനം. അതൊരു ഇപ്പൊ തന്നെ ആലോചിക്കും, മനുഷ്യന് ഏത് സമയത്ത് ആരിൽ നിന്ന് ഈ രോഗം പിടിച്ചു മരിക്കുമെന്ന് പറയാൻ കഴിയാത്തൊരു ഘട്ടമാണ്. കേരളമാണെന്നുണ്ടെങ്കിൽ അതിന്റെ 1-ാം ഘട്ടം 2-ാം ഘട്ടം കഴിഞ്ഞ് 3-ാം ഘട്ടം കഴിഞ്ഞ് ഇപ്പൊ ഏറ്റവും വലിയ സമൂഹ വ്യാപനത്തിലേക്ക് പോകുന്ന സമയമാണ്. 600-700 കേസുകളാണ് ഓരോ ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന അർത്ഥം. ഈ സമയത്താണ് ഈ സാമൂഹിക അകലം പാലിക്കാതെ വളരെ കൃത്യമായിക്കൊണ്ടുള്ള സമരങ്ങൾ നടത്തിക്കൊണ്ട് നാടിന് മരണ വ്യാപാരം നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് BJPയും കോൺഗ്രസ് എത്തിയാർന്നു. അതുകൊണ്ടാണ് ഇന്നലെ ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നത് ജൂലൈ 31-ാം തീയതി വരെ യാതൊരു രൂപത്തിലുള്ള സമരങ്ങളും കേരളത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ DGP വന്നിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊള്ളതാണ്. അപ്പം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപ് സൗദി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ആയതിനു ശേഷം GCCയിൽ മറ്റു പല സ്ഥലങ്ങളിൽ പോയി, അമേരിക്കയിൽ പോയി. പക്ഷേ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇങ്ങോട്ട് വന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നവോദയ അതിനൊരു മുൻകൈ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തില്ല? അല്ലല്ല, അതങ്ങനെയല്ല. കാരണം നമ്മൾ 2019 ജനുവരി 1, 2, 3 തീയതികളാണ് ലോ കേരള സഭയുടെ 2-ാം പതിപ്പ് നടക്കുന്നത്. ആ ലോ കേരള സഭ 2-ാം പതിപ്പ് നടക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ട് നമ്മൾ ആൾറെഡി വൈസ് ചെയർമാൻ നമ്മൾ വരദരാജൻ സഖാവ് അദ്ദേഹമായിട്ട് ധാരണ എത്തിയതാണ്. ആ ധാരണ അടിസ്ഥാനത്തിൽ പിണറായി സഖാവ് ഈ 2019 അവസാനത്തോട് കൂടിയിട്ട് സൗദി സന്ദർശിക്കേണ്ടായിരുന്നു. അപ്പോൾ അതിൽ റിയാദ് വേണോ ജിദ്ദ വേണോ ദമാം വേണോ എന്നുള്ള ഒരു ആ ലൊക്കേഷൻ ഫിക്സ് ചെയ്യുന്ന ആ ലെവൽ വരെ നമ്മൾ എത്തുന്നത്. അപ്പോഴേക്കിനാണ് ഇപ്പോൾ ഈ കോവിഡും ഇതുപോലുള്ള സംഭവങ്ങളൊന്നും നടക്കും. പിണറായി സഖാവോട് വരാത്ത പ്രശ്നമൊന്നുമില്ലായിരുന്നു. ശരി, അപ്പോൾ വരേണ്ട ടൈമിലാണ് ആൾറെഡി പ്ലാൻ ചെയ്ത സംഭവം നടന്നത്. 2019 4th ക്വാർട്ടറിൽ സഖാവ് പിണറായി വിജയൻ ഒന്നുകിൽ ദമാം അല്ലെങ്കിൽ റിയാദ് അല്ലെങ്കിൽ ജിദ്ദ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ വന്നിട്ടുണ്ടാവേണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ആണ് എൻ്റെ വിഷയം. എന്താണെന്നുണ്ടെങ്കിലും ഇത് മാറിക്കഴിഞ്ഞാൽ ഈ കോവിഡൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിണറായി സഖാവ് കൂടി വരുന്നുണ്ട് വരാതിരിക്കാൻ. അപ്പോൾ താങ്കൾക്ക് ഇത് ഒരു വലിയ സുഹൃത്ത് വലയം ഉണ്ടാകുമല്ലോ. താങ്കളുടെ സുഹൃത്തുക്കളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? കാരണം ഇങ്ങനെ ഒരുപാട് വലിയൊരു സുഹൃത്ത് വലയം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, സുഹൃത്തുക്കളുണ്ട് എനിക്ക്. സുഹൃത്ത് കാരണം അതായത് പണ്ടത്തെ ആ ഒരു സുഹൃത്ത് ബന്ധം ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ടോ കലാലയ ജീവിതത്തിലെ? അല്ലെങ്കിൽ ഇപ്പം ബോംബെയിലായിരുന്നു, അന്നത്തെ ആ കാലഘട്ടത്തിലെ സുഹൃത്തുക്കൾ ഇപ്പോഴും ഉണ്ടോ? അല്ല, അതന്നെ അതിപ്പോ ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ ഞങ്ങൾ BCom 77 എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിനുണ്ട്. ആ 42 ആൾക്കാർ, അതിൽ 3-4 പേര് മരിച്ചു പോയി നടന്നു. അവരൊക്കെ ഉണ്ട്. അത് നമ്മൾ 2 വർഷം കൂടുമ്പോൾ 3 വർഷം കൂടുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലും ലൊക്കേഷനിൽ മീറ്റ് ചെയ്യാറുണ്ട്. ഗെറ്റ് ടുഗദർ ഉണ്ട് നമ്മളെ. പിന്നെ ബോംബെയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ജനിച്ച നാട് സ്വാഭാവികമായിട്ടും യാത്രകളിൽ ഞാൻ എപ്പോഴും തന്നെ ബോംബെ ട്രാൻസിറ്റിൽ യാത്ര പോകുന്നതാണ്. അപ്പോൾ ഈ ട്രാൻസിറ്റ് എന്ന് വെച്ചാൽ 1-2 ദിവസം ഞാൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ആ 2 ദിവസം നമ്മൾ അവിടുത്തെ BCom എൻ്റെ MCom കോളേജ് മേറ്റ്സും ഞങ്ങൾ ചോപ്പാട്ടിയിലോ അല്ലെങ്കിൽ ജൂവിലോ എവിടെയെങ്കിലും ഒന്ന് കൂടും. ഞങ്ങൾ കുറച്ച് ദിവസം ആ രൂപത്തിലുള്ളത് ബോംബെ ഒരു നൊസ്റ്റാൾജിയ ഒന്നും ഉണ്ടായിരുന്നു. ശരി. പിന്നെ താങ്കളുടെ ഉമ്മയായിട്ട് വളരെ അറ്റാച്ച്ഡ് ആണെന്ന് കേട്ടിട്ടുണ്ട്, പലയിടത്തും ഇങ്ങനെ എഴുതിയിട്ടത് കേട്ടിട്ടുണ്ട്. താങ്കളുടെ ഉമ്മാനെ കുറിച്ചൊന്ന് പറയാമോ? അല്ല, അതിപ്പോ എല്ലാവർക്കും ഉമ്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഉമ്മേനെ കാണുന്ന ഞാൻ പറഞ്ഞ ഞങ്ങള് 8 മക്കളാണ് ഞങ്ങളുണ്ടായിരുന്നത്. ആ 8 മക്കളിൽ 9 മക്കളിൽ ഒരാൾ മരിച്ചു പോന്നു. ഈ 8 മക്കൾ ഒരേ ഒരു 1.5 വയസ്സ് 2 വയസ്സിന്റെ ഗ്യാപ്പിലാണ് ഞങ്ങൾക്ക് മക്കൾ പോകുന്നത്. എൻ്റെ മക്കളും ഞാൻ തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. എൻ്റെ താഴത്തുള്ളവരൊക്കെ ഞങ്ങൾക്ക് ഒരു 1.5 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. ആ രൂപത്തിൽ പോകുന്നത്. എല്ലാവരും ഒരേ സമയത്ത് കുട്ടികളാവുന്നു, സ്കൂളിൽ പോകുന്നു. അവർ ചെറിയ ശമ്പളം കൊണ്ട് 150 ഉറുപ്പിക്കാൻ വന്ന് പാപ്പയുടെ ശമ്പളം വരും നമുക്ക്. അതുകൊണ്ട് ജീവിച്ചു പോകുന്നൊരവസ്ഥ. അപ്പോൾ അത് വലിയ വലിയ ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ 15 ദിവസം കഴിഞ്ഞാൽ പിന്നെ 15 ദിവസം പട്ടിണിയാണ്. അങ്ങനെയാണ് എൻ്റെ ഒരു അപ്പോൾ എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് വലിയ ഒരു ത്യാഗസന്നദ്ധമായിട്ടുള്ള മറ്റേ വലിയ സർവൈവ് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും എനിക്ക് വലിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ടാണ്. ആ സമയത്ത് മറ്റേ അതിലേറെ എൻ്റെ ഏറ്റവും വലിയൊരു റോൾ മോഡൽ എൻ്റെ വാപ്പയാണ്. അപ്പം എൻ്റെ വലിയൊരു വീക്ക്നെസ്സുമാണ് എൻ്റെ വാപ്പ. ഉമ്മയോടായിരുന്നോ വാപ്പയോടാണോ കൂടുതൽ അല്ല, ഇഷ്ടം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രയാസം ഉണ്ടാക്കുന്ന ചോദ്യമാണ് നടക്കും. ഞാൻ പറഞ്ഞത് രണ്ടുപേരോടും എനിക്ക് ഇഷ്ടമാണ്. അല്ല, ആൺകുട്ടികൾ പൊതുവേ ഉമ്മയോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കും. അല്ല, അതോ ഉമ്മനോട് അറ്റാച്ച് ഉണ്ട്, ഉമ്മനോട് അറ്റാച്ച് ഉണ്ടെങ്കിലും പക്ഷെ എന്താ വെച്ചാല് അത് വാപ്പനായിട്ടുള്ളൊരു ബന്ധം വെച്ചാല് മറ്റേ ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോഴുണ്ടായിരുന്നു. പിന്നെ ഞാൻ 7ാമത്തെ വയസ്സിൽ ഞാൻ ഉമ്മയൊക്കെ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് 21ാമത്തെ വയസ്സിൽ ഞാൻ വീണ്ടും ബോംബെയിൽ വരും. അപ്പം ഉമ്മ നാട്ടിലാണ്. പിന്നെ വാപ്പനായിട്ടിലാണ് നമ്മൾ ജീവിതം മുഴുവൻ നടക്കുന്നത്. അപ്പം എങ്ങനെ വെച്ചാൽ വാപ്പയുടെ എൻ്റെ വാപ്പ നല്ലൊരു കുക്ക് വരുന്നു. അപ്പം വെച്ചാൽ ഇപ്പം രാത്രിയൊക്കെ വെച്ചാൽ മുമ്പ് വെറുതെ ദാലെടുത്തിട്ട് അതിൽ ഒരു പച്ചമുളക് ഇട്ടിട്ട് സാധനമൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. വലിയ കൈപ്പിള്ളൊരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. അപ്പം പിന്നെ ആ രൂപത്തിൽ പിന്നെ ഞാനെൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഒരു വാപ്പിയും മകനും എന്നതിൽ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. ആ രൂപത്തിലുള്ള സിനിമ ഇപ്പോൾ നവരങ്കിൽ ഞങ്ങൾ ഏറ്റവും അടുത്ത് കിടക്കുന്ന സിനിമ തിയേറ്റർ നവരങ്ങ്. അവൻ നവരങ്കിൽ പുതിയ ഫിലിം റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടുപേരും കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് പോയി കാണുന്നത്. അതിൽ എനിക്കൊരു അബദ്ധം പറ്റിയാണ്. 79 തോന്നുന്നത്, 78 എനിക്കറിയാം. സത്യം ശിവം സുന്ദരം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഞാൻ 2 ടിക്കറ്റ് എടുത്തു. അതിലാണെന്നുണ്ടെങ്കിൽ സീനത്തമ്മൻ്റെ ഒരു വല്ലാത്ത ഒരു വസ്ത്രധാരണ രീതിയൊക്കെ പാടുള്ളൂ. സിനിമ തുടങ്ങിങ്ങനെ എനിക്ക് ഇത് വലിയൊരു അപ്പോൾ ഞാൻ ഏതായാലും ആ സിനിമ തുടങ്ങി ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഞങ്ങൾ അപ്രസ്ഥ ആളുകളിൽ ഇരിക്കുന്നത്. അപ്പം എൻ്റെ അടുത്തുള്ള ചെയർ ഏതായാലും കാലി വാപ്പ ഏതായാലും സ്ഥലം മുട്ടി. അങ്ങനെ എൻ്റെ അവര് ഷോലെ സിനിമ മിനർവ തിയേറ്റർ പ്രൈഡ് ഓഫ് മഹാരാഷ്ട്ര 5 വർഷം എൻ്റെ അവിടെ 5 വർഷം 3 സിനിമ ഓടി. അത് കഴിഞ്ഞ് പിന്നെ 4 വർഷം ഒരു മാറ്റിനേക്കിട്ട് ഓടിയിട്ടുള്ളത്. അവിടെ ഞങ്ങൾ ഈ ഷോലെ മിനർവിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോയി സിനിമ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ഒരു ലൈഫ് അങ്ങനെയായിരുന്നു. വാപ്പയും മകനും സുഹൃത്തുക്കളെ പോലെയായിരുന്നു. അതെ അതെ. ഇപ്പോഴും ഞാൻ നാട്ടിൽ ചെന്നാൽ അങ്ങനെയാണല്ലോ. എൻ്റെ പേരക്കുട്ടികളെയും എൻ്റെ മക്കളൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഏതാണ് ഏറ്റവും അടുത്തടുത്ത് സിനിമകൾ ആ സിനിമകൾ പോയി കാണാം. അത് ഞാൻ ആ രൂപത്തിലുള്ള ഒരു അതിൻ്റെ ഒരു കൾച്ചർ അങ്ങനെ ഞങ്ങൾക്ക് വന്നിട്ടില്ല ആ രൂപത്തിൽ. പിന്നെ ഉണ്ടാവും വെച്ചാൽ ഞങ്ങൾ പൊളിറ്റിക്സ് ഒന്നായിട്ട് സംസാരിക്കുന്നത്. ഞാനും വാപ്പയും നല്ല വാപ്പ കോൺഗ്രസും ഞാൻ ആ CPM എന്ന രൂപത്തിൽ വലിയ രൂപത്തിൽ നമ്മൾ പൊളിറ്റിക്സ് സംസാരിക്കുന്നത്. അപ്പൊ ലോകത്ത് ഈ പ്രപഞ്ചത്തില് സൂര്യന് താഴത്തുള്ള എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന മകനും വാപ്പയായിരുന്നു. അല്ല, അപ്പം ഈ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ കൊണ്ട് അതൊരു വഴക്കിലേക്ക് പോകലുണ്ടോ? ഒരിക്കലും പോകാറില്ല. ഒരു ഹെൽത്തി നല്ല കാരണം മൂപ്പര് വെച്ചാല് വാപ്പ എന്ന് പറഞ്ഞാല് അത് വലിയ വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസമുള്ള വാപ്പക്കാർ. പക്ഷെ വലിയ ലോക പരിജ്ഞാനായിരുന്നു വാപ്പ. അദ്ദേഹം അദ്ദേഹത്തിന്റെ 13ാമത്തെ വയസ്സിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മെയ്ഡ് ഓൺ ഇസ് ഓൺ എന്നുള്ളത് മെയ്ഡ് ഇസ് ഓൺ ക്യാരക്ടർ ആണ്. പിന്നെ അന്തേരിയിൽ DCC ട്രഷറർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമൊന്നുമില്ല. അപ്പം ആ ഒരു റെസ്പെക്ട് എപ്പോഴും ഞാൻ വാപ്പ ഉണ്ടാകും. ഞാൻ എൻ്റെ വാപ്പാൻ്റെ ഒരു മരണത്തോടുകൂടി ഞാൻ ഏറ്റവും അധികം പ്രയാസപ്പെട്ടുള്ള ഇന്നും വലിയൊരു പ്രയാസം എനിക്ക് വാപ്പ ചാലിക്കുമ്പോൾ വലിയ പ്രയാസം. അതിൻ്റെ ഒരു ഞങ്ങളുടെ ഒരു ജീവിത രീതി അതായിരുന്നു. പിന്നെന്താ വെച്ചാൽ എൻ്റെ തൊട്ട് വി ഹാവ് ടു വെയിറ്റ് ആണ്. അപ്പം താങ്കളിപ്പം 1970-കളിലാണ് സൗദി അറേബ്യയിൽ വന്നത്. 80-കളിൽ. അപ്പം പ്രായം ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ എന്നാൽ പോലും അപ്പം പ്രായം ഞാൻ ചോദിക്കുന്നില്ല. അപ്പം സൗദി അറേബ്യയിൽ 80-കളിൽ സൗദി അറേബ്യയിലെത്തി. അപ്പം ഈ പ്രായത്തിലും ഇത്രയും ചുറുചുറുക്കോടെയും ഇത്രയും ആക്റ്റീവായിട്ടും സംഘടനാ പ്രവർത്തനങ്ങളിലും എല്ലാത്തിലും സജീവമായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഈ പ്രായത്തിലും ഒരു 40 വയസ്സുകാരൻ്റെ 30 വയസ്സുകാരൻ്റെ ചുറുചുറുക്കോടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ അത്രയും ആക്റ്റീവ് അല്ല. അതിൻ്റെ രഹസ്യം ഒന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സിനും അത് ഉപകരിക്കപ്പെടും.
അല്ല, അതിനകത്തുള്ള സംഭവം എന്ന് വെച്ചാല് എൻ്റെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാല് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ഒരു വീക്ക്നെസ് ആണ്. കമ്മ്യൂണിസമിന്റെ ഒരു വീക്ക്നെസ് ആണ് ഈ പാർട്ടി പ്രവർത്തനം എന്നുള്ളതുണ്ട്. അപ്പൊ ഈ പാർട്ടി പ്രവർത്തനത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ഉദാഹരണത്തില് എൻ്റെ ഓഫീസിനകത്തുള്ള എൻ്റെ ഓഫീസ് നന്നായിട്ട് അറിയാം. എൻ്റെ ജനറൽ മാനേജർക്ക് GM നന്നായിട്ട് അറിയാം. ഞാൻ നല്ല പൊളിറ്റീഷ്യനാണ്, നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അവിടെ വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യുന്നു. പിന്നെ വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു കൃത്യനിഷ്ഠ ഉണ്ടായിരുന്നു ജീവിതത്തിൽ. അത് ഞാൻ യോഗ ചെയ്യുന്ന മനുഷ്യനാണ്. യോഗ ഒരു ദിവസം എനിക്ക് ആപ്പാട് ഞാൻ അലോക്കേറ്റ് ചെയ്യുന്ന സമയം 1 മണിക്കൂറാണ് ഒരു ദിവസം. ആ 1 മണിക്കൂർ ഞാൻ കണ്ടെത്തുന്നത്. ആ 1 മണിക്കൂർ എന്ന് വെച്ചാൽ എൻ്റെ യോഗ ടൈമാണ്. അപ്പോൾ ഈ 1 മണിക്കൂർ കൃത്യമായിട്ട് തന്നെ. അപ്പം ആ യോഗ ഏതാണ്, എന്ത് ടൈപ്പാണ്? അതോ യോഗയിലെ എല്ലാ പോസുകളും ചെയ്യുമോ? ഞാൻ കോബ്ര പൊസിഷൻ എടുത്തിരുന്നു, ലോട്ടസ് പൊസിഷൻ ഉണ്ടായിരുന്നു, സൂര്യ നമസ്കാരം. ഈ ഇതിൽ നിന്നൊക്കെ തുടങ്ങി. ഇപ്പൊ കുറെ യോഗകൾ ഇപ്പൊ ഈ പത്മാസനൊക്കെ ഇരിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവും. കാരണം ഇപ്പൊ ഈ കാല് ഈ പ്രായത്തിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ടായിരുന്നു. യോഗ നന്നായിട്ട് ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. അതെ. അപ്പൊ അതിനകത്തുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഏറ്റവും ഒരു സംബന്ധിച്ച് ബോഡി സ്ട്രക്ചർ കീപ്പ് ചെയ്യുന്നതിൽ ഒരു പ്രധാന ഘടകം എന്ന് വെച്ചാൽ യോഗ എന്നാണ്. പിന്നെ രണ്ടാമത് യോഗയുടെ ഏറ്റവും വലിയ ടെമ്പർ കീപ്പ് ചെയ്യാം. ഒരിക്കലും നമ്മൾ ലൂസ് ടെമ്പർ ആവുന്നില്ല. എക്സെപ്ഷണൽ കേസസ് വരുന്നതാണ്. അതാണ് ഇതിൽ നമ്മളുടെ കാരണം യോഗയുടെ ഏറ്റവും വലിയ സംബന്ധിച്ചാൽ അത് മോഡി പറഞ്ഞതോ BJP പറഞ്ഞതല്ലേ ഞാൻ പറയുന്നത്. യോഗ എന്ന് പറയുന്നത് മനസ്സിന്റെ ഏകാഗ്രതയാണ്. ഞാൻ എന്നിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതാണ്. ആ 1 മണിക്കൂർ യോഗ എന്ന സമയത്ത് ലോകത്തിലേക്ക് ഉള്ള എല്ലാ സംഭവവും ഞാൻ മറന്നു പോകണം. ഞാൻ എന്നിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള 1 മണിക്കൂറാണ്. എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന 1 മണിക്കൂർ. ആ 1 മണിക്കൂർ എന്നിൽ മാത്രം ശ്വാസം മേപ്പോട്ട് പിടിച്ചിട്ടും ശ്വാസം വിട്ടിട്ടുമുള്ള ആ 1 മണിക്കൂർ. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അട്രാക്ഷനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് അപൂർവങ്ങൾ യാത്രകൾ സമയത്ത് മാത്രമേ യോഗ മിസ്സാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ 1 മണിക്കൂർ യോഗ നിർബന്ധമാണ്. വേറെ ഒരു എക്സസൈസ് ഞാൻ ചെയ്യാറില്ല. അല്ല സഖാവ്, പ്രത്യേകിച്ചും ഈ പല മീറ്റിങ്ങുകളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എപ്പോഴും ഭയങ്കര കമ്പോസ്ഡ് ആണ്. ഒരിക്കലും എന്താ പറയുക, ഒരു ടെമ്പർ ലൂസ് ചെയ്യാത്ത ഒരു നിന്നിരുന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിന്റെ മെയിൻ യോഗയാണ് എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് നമ്മുടെ വ്യൂവേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ പൊതുപ്രവർത്തകരും അവർ സ്വാഭാവികമായിട്ട് അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നത് 1 മണിക്കൂറെങ്കിലും അവരിലേക്ക് ചുരുങ്ങിക്കൊണ്ട് യോഗാസനം നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. അതാണ് ഏറ്റവും നല്ല ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെന്റ്. അതാണ് കാരണം ഈ രോഗങ്ങൾ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. ഞാൻ ഈ രൂപത്തിലുള്ള രോഗങ്ങൾ ഒഴിവാക്കാനും നമ്മളുടെ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ ഇതിന്റെ ഏറ്റവും വലിയ സംബന്ധിച്ച് അച്ചടക്കമാണ് ഏറ്റവും ഡിസിപ്ലിൻ. അതാണ് യോഗയും കമ്മ്യൂണിസം കൂടി കഴിഞ്ഞാണ്ടല്ലോ. അതുമാതിരി തന്നെ സിനിമയും. നിങ്ങൾ അത്യാവശ്യം ആഴ്ചയിൽ ഒരു ആക്ഷൻ ഫിലിം കാണുക, യോഗ ഡെയിലി യോഗാസ് എടുക്കുക. അതുമാതിരി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോകുന്നതിനെ കഴിഞ്ഞാണ്ടല്ലോ ലൈഫ് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. അതെന്താണ് ആക്ഷൻ ഫിലിം എന്ന് പറയാൻ കാരണം? ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ഈ എൻ്റെ ഒരു ലൈഫിന്റെ കൺസെപ്റ്റാണ്. കാരണം ഈ മലയാള സിനിമന്റെ തുലാഭാരം സിനിമ, ഈ തുലാഭാരം സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രയാസം എന്ന് വെച്ചാൽ താരതയുടെ ലൈഫ് ഉണ്ടല്ലോ, അവരുടെ സ്ട്രഗിൾ ഉണ്ട് അതിനകത്ത്. ഈ സ്ട്രഗിൾ ഞാൻ തന്നെ പ്രാരാബ്ധത്തിലാണെന്ന്. പിന്നെ ഞാൻ ഈ തിയേറ്ററിൽ പോയി പ്രാരാബ്ധം കണ്ടു. അപ്പം ഈ ആക്ഷൻ ഫിലിം എന്ന് ഞാൻ ചോദിക്കാൻ കാരണം, നമ്മളൊക്കെ ഇപ്പം പറഞ്ഞാൽ
കോമഡി ഫിലിംസ് ആണ്. അതായത് ഒരു ട്രാജഡി കണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ കോമഡിയാണ് നമ്മൾ പറയുക. അപ്പം പ്രത്യേകിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഒരു റിലാക്സേഷൻ ആക്ഷൻ ഫിലിംസ് കാണുക എന്ന് പറയുന്നത് കേട്ടത്. അതാണൊന്ന് വിശദീകരിക്കാം. അല്ല, അതിൽ ഒരു സംഭവം ഇതല്ലേ, ഇപ്പൊ ഈ ബോളിവുഡ് സിനിമ, ഞാൻ ഏറ്റവും അധികം കാണുന്ന ബോളിവുഡ് സിനിമ. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ തുടങ്ങിയതിന് ശേഷം ഒരു ദിവസം ചിലപ്പോൾ ആ ലോക്ക്ഡൌണിന്റെ ആദ്യഘട്ടത്തിൽ 2 സിനിമ കണ്ടിരുന്നു. വേറൊന്നും ചെയ്യാമല്ലോ, ഓരോ പരിപാടിയില്ലോ. അപ്പോൾ സ്വാഭാവിക മറ്റേ ബോളിവുഡ് സിനിമൻ്റെ വെച്ചാൽ ഏറ്റവും ചില അതിൻ്റെ ഒന്ന് മറ്റേ സംഭാഷണ രീതി, എൻ്റെ ഉറുദു ഹിന്ദി സംസ്കൃതം മിക്സ് ചെയ്തിട്ടുള്ള ആ സംഭാഷണം, മറ്റൊന്ന് അതിൻ്റെ ഗാനങ്ങൾ, പിന്നെ ഇടയ്ക്കുള്ള ആക്ഷൻ. ഇതാവുന്നതോടുകൂടി നമ്മളെന്തൊരു ഫുൾ എന്റർടൈൻമെന്റ് എത്തി. നമ്മൾ ശരി, എല്ലാ മസാലയും ഉണ്ടല്ലേ. നമുക്ക് വേറെ എന്താണ് ഒരു ചേരുവിൻ്റെ ആവശ്യമില്ലല്ലോ. മലയാളം ഇടയ്ക്ക് ഇപ്പോൾ മലയാളം മമ്മൂട്ടിൻ്റെയും മാമരത്തിൻ്റെ മോഹൻലാലിൻ്റെ ഒക്കെ സീരിയസ് സിനിമകൾ കാണാറുണ്ട്. എങ്കിൽ പോലും എന്തുകൊണ്ട് പ്രശ്നം, ഈ മലയാള സിനിമൻ്റെ അത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ വെച്ച് പറഞ്ഞ സാധനമാണ്. നമ്മളെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഈ മലയാളത്തിൽ. കാരണം ബോളിവുഡ് എന്ന് പറഞ്ഞാൽ വേറെ ലോകമാണ്. മലയാളം എന്ന് പറയുന്നത് മറ്റേ ജീവൽ സ്പർശിയായിട്ടുള്ള കഥകൾ പറയുന്ന സംഭവം. ഇപ്പൊ മോളിവുഡ് എന്ന് പറഞ്ഞിട്ടും സെപ്പറേറ്റ്, അത് ബോളിവുഡ്, ഇത് മോളിവുഡ് എന്നാണ്. അല്ല, എന്നാലും ഇതിൻ്റെ ഒരു മറ്റേ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ ബോളിവുഡ് സിനിമകൾ. ഈ സിനിമൻ്റെ അതാണ് മറ്റേ ഇപ്പോൾ മറ്റേ ഈ ആക്ഷൻ സിനിമകളാണ്. മറ്റേ നമ്മൾ മറ്റേ യോഗ ചെയ്യുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുന്ന നടത്തുക, ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് വേറെ ഒന്നിനും സമയമില്ല. പിന്നെ നമുക്ക് പിന്നെ ഏതെങ്കിലും വല്ല ആലോചിക്കാൻ സമയമുണ്ടോ? അപ്പോൾ നമ്മളെ ലൈഫ് ഒരു ഡിസിപ്ലിൻ വേയിൽ നമ്മൾ ലൈഫ് കൊണ്ടുപോകുന്നു. ആ ഡിസിപ്ലിൻ വേയിൽ ലൈഫ് കൊണ്ടുവന്ന് കൂടി എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റേ നിങ്ങളുടെ ഒരു മറ്റേ ലൈഫ് മറ്റേ സ്ട്രക്ചർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രവാസികളോട്, നമ്മുടെ വ്യൂസിനോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ കോവിഡിന്റെ സമയത്ത് പ്രവാസികൾ വലിയൊരു പേഴ്സണിലൂടെ കടന്നു പോകുന്നതാണ്. ഈ പേഴ്സണിൽ നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇതൊരു മറ്റേ ഈ മനുഷ്യനെല്ലാറ്റിനും അതിജീവിക്കുന്നവനാണ് മനുഷ്യൻ. എല്ലാ പ്രയാസങ്ങളും നമ്മൾ അതിജീവിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും ആ അതിജീവനത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഒരു 5-6 മാസം 2020 2021 പകുതിയാവുന്നതോട് കൂടിയിട്ട് ഇതിന്റെ പ്രയാസങ്ങൾ മാറും. പിന്നെ പ്രവാസികളായിട്ടുള്ള മലയാളി പ്രവാസികൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ ഈ കഴിയുന്നത്ര അവർ നിൽക്കുന്ന പ്രദേശങ്ങളിൽ പിടിച്ചു നിൽക്കാൻ നോക്കുക. ജോലി സംരക്ഷിച്ച് നിൽക്കാറ്. ഇവിടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടവരാണ് നാട്ടിൽ പോണ്ടിരുന്നത്, വല്ലാത്തവർ ഇഷ്ടമില്ല. അല്ലാത്തവർ തൽക്കാലം നാട്ടിലേക്ക് പോകാതിരിക്കുക. കാരണം കേരളം എന്ന് പറയുന്നത് ഇന്നും മറ്റേ നമ്മൾ കാണുന്ന കേരളമല്ല അവിടെ ചെല്ലുന്ന സമയത്തുള്ള കേരളത്തിൻ്റെ. കാരണം ഈ മറ്റേ ആ സമ്പദ്ഘടന എന്ന് പറയുന്നത് തന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് പ്രവാസത്തിൻ്റെ വരുമാനമാണ്. ആ പ്രവാസികൾ മൊത്തം തന്നെ ആ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ആ നാടിൻ്റെ സ്ഥിതി എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റേ എൻ്റെ എല്ലാ പ്രവാസി സുഹൃത്തുക്കളും പറയാനുള്ള വെച്ചാൽ മറ്റേ ഈ പ്രവാസത്തിൻ്റെ മറ്റേ ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ നാടിൻ്റെ കുടുംബ പാശ്ചാത്തലം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും നമ്മളെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ മറ്റേ ഈ പ്രതിസന്ധി ഘട്ടത്തിലും പ്രവാസ ലോകത്ത് ഉറച്ചു നിൽക്കണമെന്നുള്ളത് തന്നെയാണ് അവരോട് പറയാനുള്ളത്. ആ പിള്ള ജോലികൾ സംരക്ഷിക്കുന്ന രൂപത്തിലേക്കുള്ള മറ്റേ നിലപാടുകളുമായിട്ട് പ്രവാസികൾ മുന്നോട്ട് പോകണം. ഈ ഇന്നത്തെ പ്രതിസന്ധി മറ്റേ ഈ കോവിഡ് പ്രതിസന്ധിയൊക്കെ തന്നെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്ക് അതിജീവിക്കാൻ കഴിയും. ഇങ്ങനെ അതിജീവിത ചരിത്രമാണ് മനുഷ്യ അത് ആ രൂപത്തിൽ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്നു. അപ്പം ആരോഗ്യത്തിൻ്റെ രഹസ്യം കമ്മ്യൂണിസം, യോഗ, ഹിന്ദി മൂവീസ്, അതാണ് നമ്മളോട് ശ്രീ VK റോഫ് പറഞ്ഞത്. അപ്പം എന്തായാലും HND ലൈവിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം, വളരെ ബിസി ആയിട്ടുള്ള ആളാണ്, നമുക്ക് ഇത്രയും അധികം സമയം തന്ന് ഒരുപാട് അറിയാത്ത, ഒരുപാട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരുപാട് അറിയപ്പെടാത്ത കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു. കാരണം നമുക്കൊക്കെ അറിയുന്നത് അദ്ദേഹം ഒരു നവോദയ രക്ഷാധികാരി എന്ന് മാത്രമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ കൂടെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കൊരു ഓടിച്ചിട്ടൊരു യാത്ര പോകാൻ പറ്റി. എന്തായാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിട്ട് ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച ശ്രീ VK റോഫിന് ഞാൻ HND ലൈവിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഡോക്ടർ. നമസ്കാരം. It was nice. Thank you.